നമസ്കാരം. മാർക്ക് വെൻഡയെ കണ്ടു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ജൂം വെൻലയും വെനെറിക്കും ശരിക്കും സ്തംഭിച്ചു എന്ന് പറയാം. വെൻല മാർക്കോട് ചോദിച്ചു, മാർക്ക് നീ എന്തായി പറയുന്നത്? വെണ്ടയെ കണ്ടെന്നോ? നീ ഇങ്ങനെ വെണ്ടയെ കാണുക? വെണ്ട മരിച്ചുപോയില്ലേ? മാസ്റ്റർ, ഞാൻ വെണ്ടയെ കണ്ടത് ഗോസ്റ്റ് വേൾഡിൽ വെച്ചാണ്. ഗോസ്റ്റ് വേൾഡിലും ഞെട്ടലൂടെയാണ് ആ ചോദ്യം വെല്ല മാർക്കിനോട് ചോദിക്കുന്നത്. ഗോസ്റ്റ് വേൾഡിലേക്ക് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കടന്നു ചെല്ലാൻ കഴിയില്ല. അതിശക്തരായ ആളുകൾക്ക് മാത്രമാണ് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് മനുഷ്യലോകങ്ങളിൽ നിന്നും ഹെവനിലേക്കും ഗോസ്റ്റ് വേൾഡിലേക്കൊക്കെ പോകാൻ കഴിയുക. മാർക്ക് അങ്ങനെ പോയി എന്നാണ് ഇപ്പോ വെൻലെ അവിടെ പറഞ്ഞത്. വെൻലയും വെനെറിക്കും ജൂം മാർക്കിന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ജൂ മാർക്കോട് ചോദിച്ചു, നീ വെണ്ടയെ കണ്ടപ്പോ വെണ്ട എന്തു പറഞ്ഞു? ജൂ, എനിക്ക് വെണ്ടയോട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ വെണ്ട വെണ്ട എന്ന് വിളിച്ചെങ്കിലും വെണ്ടയ്ക്ക് എന്നെ മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ആ ഗോസ്റ്റ് വേൾഡിൽ നടന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ഫെല്ലർ സവിസ്തരം അവിടെ അവതരിപ്പിച്ചു. മാർക്ക് ആ കഥ പറയുമ്പോഴാണ് ശരിക്കും എമിലി ബ്ലാക്ക് ഉൾപ്പെടെ എല്ലാ ആളുകളും അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി തിരിച്ചറിയുന്നത്. ചാങ് മാങ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ശരിക്കും സ്തംഭിച്ചിരിക്കുകയാണ്. അങ്കിൾ ഗുവാനും ജീനയും പവ്ലിയൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. അവരൊക്കെ മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾ കേട്ട് ഏതാണ്ട് സ്തംഭിച്ചിരിക്കുമ്പോൾ മാസ്റ്റർ വെൻലി മാർക്കോട് ചോദിച്ചു, മാർക്ക് നീ ശ്രീഹരിയെ കണ്ടു എന്ന് പറഞ്ഞതും വാസ്തവമാണോ? നീ അപ്പോ ശ്രീഹരി കണ്ടു അല്ലേ? മാസ്റ്റർ, ഞാൻ ശ്രീഹരി കണ്ടു. ശ്രീഹരിയാണ് ശരിക്കും എന്നെ രക്ഷിച്ചത്. ശ്രീഹരി ആ ഗോസ്റ്റ് വേൾഡിൽ പാടുപെട്ട് നേടിയെടുത്ത മെറിറ്റ് പോയിന്റുകൾ മാർക്കിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തതുകൊണ്ടാണ് മാർക്ക് ഫെല്ലർക്ക് മാർക്കിന്റെ രൂപം തിരിച്ചു പിടിക്കാൻ പറ്റിയത്. അങ്ങനെയാണ് മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ആ കാര്യം മാസ്റ്റർ വെല്ലിയോട് മാർക്ക് പറഞ്ഞപ്പോൾ വെല്ലിയും ജൂം ഒരുമിച്ച് മാർക്കോട് പറഞ്ഞു പോവുകയാണ്, ഹേയ്, ആ ശ്രീഹരി അന്നും ഇന്നും നമ്മളെ അതിശയിപ്പിക്കുന്ന വ്യക്തിയാണ്. ജൂം വെല്ലി അങ്ങനെ പറഞ്ഞപ്പോൾ വെല്ലി ഒരു നിമിഷം നിശബ്ദനായതിനു ശേഷം വീണ്ടും മാർക്കോട് പറഞ്ഞു, എനിക്ക് ആ ശ്രീഹരിയെ അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ ഈ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ശ്രീഹരിയോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുകയാണ്. മാർക്ക്, ശ്രീഹരി നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുകയാണ്. ജൂം മാർക്കിനോട് അത് തന്നെ പറഞ്ഞു. മാർക്ക്, ഞങ്ങൾ കുറച്ച് ആളുകളെ ഈ സദേൺ മേഖലയിൽ വലിയ സംഭവങ്ങളായി ആളുകളൊക്കെ കണ്ടിരുന്നു. ലെജൻഡ് എന്നും ലുണാറ്റിക് എന്നും ഗ്രേറ്റ് ഫൈറ്റേഴ്സ് എന്നൊക്കെ പേരിട്ട് ഞങ്ങളെ വിളിച്ചിരുന്നു. ജൂനെയും അതുപോലെ വെല്ലിയെയും ശ്രീഹരിയും ആ മോങ്കിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ പല പേരുകളിൽ ആളുകളൊക്കെ വിളിച്ചിരുന്നു. അവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ സദേൺ മേഖലയിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അവിടേക്ക് മാർക്ക് ഫെല്ലർ എത്തിയോടുകൂടിയാണ് ആ സിറ്റുവേഷൻ ആകെ മാറുന്നത്. ആ ഇക്വിലിബ്രിയം ആകെ മാറിയത് മാർക്കിന്റെ ഇടപെടൽ വഴിയാണ്. ആ സംഭവ വികാസങ്ങളൊക്കെ ജൂനും വെല്ലിക്കും നല്ല ഓർമ്മയുണ്ട്. ശരിക്കും മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നിർത്തിയത് വെണ്ടയും വെനെറിക്കുമാണ്. അവര് വഴിയാണ് വെല്ലിയിലേക്ക് മാർക്ക് കണക്ഷൻ ഉണ്ടാക്കുന്നത്. മാർക്ക് ആദ്യമായി ഒരു മാസ്റ്ററുടെ കീഴിൽ അഭ്യാസം നടത്തുന്നത് വെല്ലിയുടെ കീഴിലാണ്. മാർക്ക് ഫെല്ലർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തപ്പോൾ വെല്ലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ശ്രീഹരി ശരിക്കും അതിശക്തനാണ്. മാർക്ക് ഇപ്പോ അതിശക്തനാണെന്നുള്ള കാര്യത്തിൽ അവർക്കാർക്ക് സംശയമൊന്നുമില്ല. മാർക്കിന് അവിടെ ആ 5th ലെവൽ വരെ എത്താൻ പറ്റുള്ളൂ. അതേ ഗോസ്റ്റ് വേൾഡിൽ ശ്രീഹരി 7th ലെവലിൽ നിൽക്കുന്ന കാഴ്ച മാർക്ക് കണ്ടതാണ്. ഓരോ ലെവലും കടക്കാൻ അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർ പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. 7th ലെവലിൽ നിന്ന ശ്രീഹരി ശരിക്കും കൂളായിരുന്നു എന്നുള്ള കാര്യം മാർക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. വളരെ കൂളായിട്ട് ആ ലെവൽ വരെ എത്താൻ ശ്രീഹരിയെ സഹായിച്ചത് ശ്രീഹരിയുടെ അസാമാന്യമായ ടാലന്റും ശക്തിയുമായിരിക്കും. സത്യത്തിൽ ഇപ്പൊ ശ്രീഹരി ഏത് ലെവലിലായിരിക്കും? ആ ഒരു ചോദ്യം അവിടെ പരസ്പരം ഓരോരുത്തരും ചോദിച്ചു തുടങ്ങിയപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് സാക്ഷാൽ ഇമോർട്ടൽ ചക്രവർത്തി യാവോയാണ്. യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീഹരി 6th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലാണ്. 6th ലെവലിലാണ് ശ്രീഹരി എന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു ഞെട്ടൽ അവിടെ എല്ലാവർക്കും ഉണ്ടായെന്ന് പറയാം. എമിലി ബ്ലാക്ക് ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 2nd ലെവലുകാരിയാണ്. ചാങ് മാങ് ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളൊക്കെ 1st ലെവലിലേക്ക് കഷ്ടിച്ച് കടന്നിട്ടേ ഉള്ളൂ. ആ സമയത്താണ് 6th ലെവലിൽ ശ്രീഹരി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത്. മാർക്ക് അത്ഭുതത്തോടെ യാവോ ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യാവോ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ റെഡിയായിക്കും. നാളെ ഈ മനുഷ്യവംശവും
ആ ഗോസ്റ്റ് വംശം തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ആ ഗോസ്റ്റ് വംശത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് ഉറപ്പായിട്ടും ശ്രീഹരി ആയിരിക്കും. ശ്രീഹരി മാർക്കിന് വേണ്ടി തന്റെ മനുഷ്യരൂപം ത്യജിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ നടന്നിരിക്കുന്ന സംഭവം. ശ്രീഹരിക്ക് ആ 7th ലെവലിൽ നിന്ന് മടങ്ങി വരണമെങ്കിൽ ഇനി ഒരുപാട് മെറിറ്റ് പോയിന്റ് വേണം. ആ മെറിറ്റ് പോയിന്റ് നേടിയെടുക്കുന്നിടയിൽ ചിലപ്പോൾ ശ്രീഹരി ആ ഗോസ്റ്റ് വേൾഡിന്റെ ഭാഗമായി മാറിയേക്കും. ഇമോർട്ടൽ ചക്രവർത്തി അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്കിന്റെ മുഖത്ത് ശരിക്കൊരു വിഷമം. അത് കണ്ടതും യാവോ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സംഭവങ്ങൾ എങ്ങനെയൊക്കെ നടക്കണമെന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു രീതിയുണ്ട്. ആ രീതിയെ മറികടക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ യാവോ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് കൗതുകത്തോടെ യാവോ നോക്കുമ്പോൾ യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്കൊന്ന് നടന്നാലോ. ഇമോർട്ടൽ ചക്രവർത്തി യാവോ മാർക്കിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ആ യാവോ ചക്രവർത്തിക്കൊപ്പം ജൂവിന്റെ ആ മലനിരകൾ കൂടി പതുക്കെ നടന്നു തുടങ്ങിയാണ്. അവർ രണ്ടുപേരും സംസാരിച്ച് നടക്കുമ്പോൾ അവിടെ ആ ജൂവിന്റെ കൾട്ടിവേഷൻ മലയിൽ സാക്ഷാൽ മാസ്റ്റർ വെൻലി ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമായി കൾട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പ്രക്രിയയിലേക്കാണ് മാസ്റ്റർ വെൻലി കടന്നത്. മാസ്റ്റർ വെൻലി ആ ക്ലാസ് എടുക്കുമ്പോൾ മുൻനിരയിൽ ചമ്രമടിഞ്ഞ് ആ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് സാക്ഷാൽ ജൂവിന്റെ മലയാണത്. ജൂ എത്രയോ കാലം ആ മലയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ജൂ ഒരു ഗുരുവിന്റെ കീഴിലല്ല കൾട്ടിവേറ്റ് ചെയ്തത്. ജൂവിന് ഒരു ഗുരുവിനെ ആദ്യമായി ലഭിക്കുന്നത് തണ്ടർ കോർട്ട്യാർഡിൽ ഡീൻലിക്കൊപ്പം ചേരുമ്പോഴാണ്. ഡീൻലി ജൂവിനെ ഈ ഗുരുവിന്റെ ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജൂ അറിയുന്നതും ഡീൻലി വഴിയും ആ തണ്ടർ കോർട്ട്യാർഡ് വഴിയുമാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ വെൻലി തന്റെ ആ കൾട്ടിവേഷൻ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി അതിൽ പൂർണ്ണമായും മുഴുകൻ ജൂവിന് എളുപ്പം പറ്റി. ഇതേ ശൈലി തന്നെയാണ് പൗലി മാസ്റ്ററും ജൂവിനെ തൊട്ടടുത്തിരിക്കുകയാണ്. പൂർണ്ണ ശ്രദ്ധ പൗലി മാസ്റ്ററും ആ ക്ലാസ്സിൽ കൊടുക്കുകയാണ്. ചാങ് മാങ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ആ ക്ലാസ്സിൽ ശരിക്കും ലയിച്ചിരിക്കുകയാണ്. എമിലി ബ്ലാക്ക് ഉൾപ്പെടെ അപൂർവമായിട്ട് മാത്രമാണ് അവർക്ക് ഇത്തരത്തിലൊരു ക്ലാസ് ലഭിക്കുക. വെല്ലി ഒരുപാട് അറിവുകളുടെ ഒരു വലിയ ശേഖരമാണെന്നുള്ള കാര്യം ആ ക്ലാസ് നടക്കുന്ന സമയത്ത് സകലരും അറിയാതെ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇമോർട്ടൽ ചക്രവർത്തി യാവോയും യഥാർത്ഥത്തിൽ മാർക്കിന് ഒരു ക്ലാസ് കൊടുക്കുക തന്നെയാണ്. ചക്രവർത്തി യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡിയിൽ ഞാൻ ഉണ്ടായിരുന്നു. നീ ആ ഗോസ്റ്റ് വേൾഡിൽ ഉള്ള സമയത്ത് ആ സമയത്ത് നിന്റെ ബോഡിയുടെ നിയന്ത്രണം ഞാൻ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 7th ലെവലിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇമോർട്ടൽ ചക്രവർത്തി യാവോയുടെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് ഇപ്പോ ബാലൻസ് ഉള്ളത്. ആ ചെറിയ അംശത്തെ മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ആ ഡെഡ് ബോഡി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ആ ചെറിയ അംശം, ഡിവൈൻ സെൻസും സോളിന്റെ ചെറിയൊരു അംശം, അത് ഉപയോഗിച്ച് മാർക്കിന്റെ ബോഡിയെ 7th ലെവൽ ട്രിബുലേഷനിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് യാവോ ചക്രവർത്തി പറഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന മാർക്കിനോടായി യാവോ പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ ഇമോർട്ടൽ ചക്രവർത്തിമാരായി മാറുമ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യുക ഈ പാത്ത് ഓഫ് കൾട്ടിവേഷന്റെ ആ പാത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. സ്വന്തം പാത്ത് വെട്ടിത്തെളിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നിങ്ങൾ കടക്കും. സ്വാഭാവികമായിട്ടും ഹെവനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും. മാർക്കിന് കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇമോർട്ടൽ ചക്രവർത്തി പറയുന്നത്. നേരത്തെ ഹെവനുമായി ഏറ്റുമുട്ടി പരിക്ക് പറ്റിയ അനവധി ഇമോർട്ടൽ ചക്രവർത്തിമാരെ കുറിച്ച് മാർക്ക് കേട്ടിട്ടുണ്ട്. ആ കഥ ഒരിക്കൽ കൂടി മാർക്ക് യാവോ ചക്രവർത്തി എന്ന് അറിയുകയാണ്. യാവോ ചക്രവർത്തി മാർക്കിനോട് പിന്നീട് പറഞ്ഞു തുടങ്ങിയത് കൾട്ടിവേഷന്റെ രഹസ്യങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് കൾട്ടിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ ഓരോ ലെവലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു യഥാർത്ഥ ചിത്രം ഗുരുവിന്റെ മുഖത്തു തന്നെ മാർക്ക് കേട്ടു തുടങ്ങിയാണ്. മാർക്കും യാവോ ചക്രവർത്തിയും അങ്ങനെ ആ മലയ്ക്ക് ചുറ്റും നടക്കുമ്പോൾ യാവോ ചക്രവർത്തിയിൽ നിന്ന് അറിവ് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുകയാണ്. ഒരു മറയുമില്ലാതെ മാർക്കിലേക്ക് താൻ നേടിയ അറിവുകളൊക്കെ ആ യാവോ ചക്രവർത്തി പകരുന്ന കണ്ടതും മാർക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സീനിയർ, അങ്ങ് എനിക്ക് ഈ വിവരങ്ങളൊക്കെ നൽകുമ്പോൾ അങ്ങ് ഒരു കാര്യം മറന്നു പോവുകയാണ്. അങ്ങയുടെ കുടുംബത്തിലെ ഹോളി സൺ എന്റെ കയ്യിലാണ് കൊല്ലപ്പെട്ടത്. അത് മാത്രമല്ല, യാവോ കുടുംബത്തിലെ അനവധി ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങയ്ക്ക് എന്നോട് ദേഷ്യം തോന്നട്ടെ. മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ഇമോർട്ടൽ ചക്രവർത്തി യാവോ ഒന്ന് പുഞ്ചിരിച്ചു. വളരെ മനോഹരമായ ആ പുഞ്ചിരി ആ ഡെഡ് ബോഡിയിൽ നമുക്ക് വിസിബിളാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
നീ മലകൾ കയറിയിട്ടുണ്ടോ? മാർക്ക് ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. സീന അങ്ങ് ചോദിച്ചതിന്റെ അർത്ഥം എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. മാർക്ക്, നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ കീഴടക്കാൻ നമുക്ക് ഒരുപാടുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവും. നമ്മൾ ആ മലയുടെ മുകളിൽ എത്തുമ്പോഴാണ് മറ്റൊരു മല നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ആ രണ്ടാമത്തെ മലയിലേക്കാവും. നമ്മൾ ആ മലയും കീഴടക്കും. രണ്ടാമത്തെ മലയിൽ എത്തുമ്പോൾ നമുക്ക് മൂന്നാമത്തെ മല കീഴടക്കണമെന്ന് തോന്നും. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിനിടയിൽ കീഴടക്കിയ മലകൾ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം പതുക്കെ പതുക്കെ നമ്മൾ തിരിച്ചറിയും. നമ്മൾ അഞ്ചാമത്തെ മല കീഴടക്കുമ്പോൾ ആദ്യം വലിയ ബുദ്ധിമുട്ടി നമ്മൾ കീഴടക്കിയ ഒരു മലകളും നമുക്കൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മാർക്ക് വളരെ സിമ്പിളാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ പ്രാധാന്യമുള്ളതായി തോന്നും. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ഈ പ്രപഞ്ചത്തിൽ ബന്ധങ്ങളെന്ന് പറയുന്നത് അത്രയ്ക്കത്രയേ ഉള്ളൂ. ഞാൻ എൻ്റേതെന്ന് കരുതുന്നതും നീ നിന്റേതെന്ന് കരുതുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണ്. ഞാൻ നിന്നെ അതുകൊണ്ട് ശത്രുവായി കാണാത്തത്. അത് മാത്രമല്ല, എനിക്ക് നേടാൻ കഴിയാതെ പോയ പലതും നിനക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കിപ്പോൾ ഉണ്ട്. തണ്ടർ കോർട്ട്യാർഡിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തി ലീ പറഞ്ഞ അതേ വാചകം ഇതാ യാവോ കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയും മാർക്കിനോട് പറയുകയാണ്. മാർക്കിൽ അവർ രണ്ടുപേരും അവർക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരാളെ കാണുകയാണ്. ഇതേ വാചകം മാർക്ക് നേരത്തെയും കേട്ടിട്ടുണ്ട്. പർഗേറ്ററിയിലെ ആ യൂണിക്കോൺ കോണ്ടിനെന്റിലെ അഗ്നിപർവ്വതത്തിനുള്ളിലേക്ക് ചാടിയ മാർക്ക് ഫെല്ലർ വെന്ത് എരിഞ്ഞ് അവസാനിക്കുമെന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ ചുറ്റുമായി ഒരു സംരക്ഷണവുമായി മാർക്കിന്റെ പിതാവ് എത്തിയിരുന്നു. അന്ന് മാർക്കിന്റെ പിതാവ് മാർക്കിനോട് പറഞ്ഞതും ഇതേ വാചകമാണ്. അദ്ദേഹത്തിന് നേടാൻ കഴിയാതെ പോയ കാര്യങ്ങൾ മാർക്ക് നേടുമെന്ന്. അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇതാ ആ സ്വപ്നം ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയും പങ്കുവയ്ക്കുകയാണ്. മാർക്കിന് അത് കേട്ടപ്പോ എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ. അത് കണ്ടതും യാവോ മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. സ്വന്തം ജീവൻ നഷ്ടമാകുമെന്ന് അറിയുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായി കാണുന്നത് അത് നീയാണ്. നീ ആ ഗോസ്റ്റ് വീടിനകത്ത് നിന്റെ കയ്യിലുള്ള ആ ഗോസ്റ്റ് സോഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത സമയത്ത് ഞാൻ നിനക്കൊപ്പം ഉണ്ട്. ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. വേണ്ടി വന്നാൽ ഞാൻ ഇടപെടണം എന്ന് കരുതി നിനക്കൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ 3 തവണ ആ ഗോസ്റ്റ് സോഡ് ഉപയോഗിച്ചു. ഓരോ തവണയും നീ പുതിയ അറിവ് ഉപയോഗപ്പെടുത്തിയത്. ശരിക്കും മാർക്ക് ഫെല്ലർ അവിടെ ആ ഗോസ്റ്റ് വേൾഡിലെ ആ കിങ്ങിനെ എതിരിട്ട സമയത്ത് 3 തവണ ആ ഈവിളായി ഉള്ള ആ ഗോസ്റ്റ് സോഡ് ഉപയോഗിച്ചിരുന്നു. ആ സോഡിന്റെ ആ പച്ച പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ആ ഗോസ്റ്റ് കിങ്ങിന്റെ അറ്റാക്കുകൾ തടുക്കുകയും ശരിക്കും തിരിച്ചടിക്കുകയും ചെയ്തതാണ്. അന്ന് മാർക്ക് ഉപയോഗിച്ചത് മാർക്ക് ആ നിമിഷത്തിൽ പഠിച്ചെടുത്ത ടെക്നിക്കുകളാണ്. അത് മറ്റാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യാവോ മാത്രമല്ല, അന്ന് അവിടെ ആ 7th ലെവലിലുള്ള ശ്രീഹരിയും അത് തിരിച്ചറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. മാർക്കിൽ ശ്രീഹരി ഇവിടെ യാവോ ചക്രവർത്തി കാണുന്ന അതേ ഒരു കാഴ്ച കാണുകയാണ്. ശ്രീഹരിക്ക് നേടാൻ കഴിയാത്തതെല്ലാം മാർക്ക് നേടുമെന്നുള്ള പ്രതീക്ഷ ശ്രീഹരിക്ക് ഉള്ളത് കൊണ്ടാണ് മാർക്കിന് വേണ്ടി ആ മെറിറ്റ് പോയിന്റുകൾ മുഴുവൻ ശ്രീഹരി വിട്ടുകൊടുത്തത്. ആ കാര്യം മാർക്കിന് അറിയില്ല. പക്ഷേ യാവോ ചക്രവർത്തി അത് മനസ്സിലാകും. അദ്ദേഹം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ പുതിയ അറിവുകൾ സ്വയത്തമാക്കുകയും അതുപയോഗിച്ച് എതിരാളിയെ എതിരിടുകയും ചെയ്യാന്നുള്ളത് സാധാരണഗതിയിൽ ഒരാളിലും നമുക്ക് കാണാൻ കഴിയില്ല. മാർക്ക്, നിന്നിൽ ഞാനത് കണ്ടു. മാർക്ക് ഇത് ആദ്യമായിട്ടല്ല എതിരാളിയുടെ അടുത്തുനിന്ന് പലതും പഠിക്കുന്നതും എതിരാളിക്ക് നേരെ അതിനെ ഉപയോഗിക്കുന്നതും. മാർക്കിനെ നേരിട്ട ആ ഗോസ്റ്റ് വീട്ടിലെ കിങ്ങിന്റെ പല ടെക്നിക്കുകളും നിമിഷ നേരം കൊണ്ട് മാർക്ക് പഠിക്കുകയും മാർക്ക് അതുകൂടി ആ ഗോസ്റ്റ് സോഡിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആ കാഴ്ച ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയുടെ മനസ്സിൽ നന്നായി പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ശരിക്കും ആ നിമിഷത്തിൽ മാർക്കും യാവോ ചക്രവർത്തി തമ്മിൽ ഒരു വല്ലാത്ത അടുപ്പം ഉണ്ടാവുകയാണ്. മാർക്കിന്റെ ഒരു ഗാർഡിയൻ പോലെ ആ യാവോ ചക്രവർത്തി അങ്ങ് മാറി. അവർ രണ്ടുപേരും തിരിച്ച് മാസ്റ്റർ വെല്ലി നടത്തുന്ന ക്ലാസ്സിനടുത്തേക്ക് വന്നപ്പോൾ ക്ലാസ് ഒക്കെ അവസാനിച്ചു. അവിടെ എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. സാക്ഷാൽ ജൂ ആണെങ്കിൽ ആ മലയിൽ അവർക്ക് പരിചയമുള്ള മേഖലയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് ഒരു സദ്യ തന്നെ അവിടെ ഒരുക്കുകയാണ്. അടിപൊളിയായി ഭക്ഷണം പാകം ചെയ്യാൻ ജൂന് നന്നായിട്ട് അറിയാം. ജൂന്റെ ആ പ്രിപ്പറേഷനിൽ ജൂനൊപ്പം സഹകരിച്ചുകൊണ്ട് എമിലിയും ചാങ്മാങ്ങും മറ്റാളുകളൊക്കെ ഉണ്ട്. ശരിക്കും ആഹ്ലാദം അവിടെ അലയടിച്ചിങ്ങനെ ഉയരുകയാണ്. മാർക്ക് ഫെല്ലറും ഇമ്മോർട്ടൽ ചക്രവർത്തിയും ആ ആഹ്ലാദത്തിന്റെ ഭാഗമായി. ഇമ്മോർട്ടൽ ചക്രവർത്തിക്ക് മറ്റുള്ളവരെ പോലെ ഭക്ഷണം കഴിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. വെറും ഡെഡ് ബോഡിയാണ് അവിടെ ഉള്ളത്. ആ ഡെഡ് ബോഡി മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. അതെല്ലാവരും ജൂ ഉണ്ടാക്കിയ ആ ഭക്ഷണം കഴിക്കുകയും ജൂവിനൊപ്പം വൈൻ കുടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ എമിലിക്ക് മാത്രമാണ് വൈൻ കുടിക്കാൻ ഒരു മടിയുള്ളത്. എമിലി മാർക്ക് നിർബന്ധിച്ചപ്പോൾ മാർക്കിനൊപ്പം
വൈൻ കുടിക്കാൻ കൂടുകയും ചെയ്തു. അവരൊക്കെ മദ്യപിച്ച് പല ഫോമിലാകുമ്പോൾ ശരിക്കും ബോധമുള്ള എമിലിയുടെ അടുത്തേക്ക് പൗരി മാസ്റ്റർ എത്തി. പൗരി മാസ്റ്റർ എമിലിയുടെ അടുത്തിരുന്നിട്ട് എമിലിയുടെ കയ്യിലേക്ക് പിടിച്ചു. എമിലി, ഞാനിപ്പോ മാർക്കിൽ കാണുന്നത് ശരിക്കും അവന്റെ അമ്മയാണ്. എമിലിയോട് പൗരി മാസ്റ്റർ ആ വാചകം പറഞ്ഞപ്പോ എമിലിക്ക് വല്ലാത്തൊരു അതിശയം. പൗരി മാസ്റ്റർ മാർക്കിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ അമ്മ ശരിക്കും അവനെ പോലെ തന്നെയാണ്. അവന്റെ അമ്മയെ മാത്രമല്ല അവന്റെ അച്ഛനെയും ഞാൻ കണ്ടിട്ടുണ്ട്. എമിലിക്ക് മാർക്കിന്റെ പിതാവിനെ അറിയാം, അവളും കണ്ടിട്ടുണ്ട്. എമിലി ആ ഹോളി റിജിൽ നിന്ന് രണ്ടാളുകളുമായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഗാർഡിയൻ അന്ന് അവരെ പിടികൂടിയതാണ്. ആ സംഭവ വികാസങ്ങളൊക്കെ എമിലിയുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നു. എമിലി ചിരിച്ചുകൊണ്ട് പൗലി മാസ്റ്ററോട് പറഞ്ഞു, ഞാനും മാർക്കിന്റെ പിതാവിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. എമിലി, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. നിങ്ങൾ തമ്മിൽ നന്നായി യോജിക്കും. നീയും മാർക്കും ഒന്നിച്ചു ചേരാൻ വേണ്ടി നിങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെയും ആത്യന്തികമായി നല്ലതായി മാറി. എനിക്ക് നിന്നെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മാർക്കിന്റെ പശ്ചാത്തലമൊന്നും നിനക്ക് അറിയില്ലല്ലോ. എന്നിട്ടും നീ മാർക്കിനൊപ്പം നിന്നു. എമിലി ബ്ലാക്ക് മാർക്കിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം മുതലാണ് മാർക്കിൽ ഒരു മാറ്റം ഉണ്ടായത്. ശരിക്കും എമിലിയെ ഒരു ടൂളാക്കി മാർക്കിന്റെ പിതാവ് എടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. എമിലി വഴിയാണ് മാർക്കിന്റെ മനസ്സിലേക്ക് ശരിക്കും മാർക്കിന്റെ പിതാവ് കടന്നു കയറുന്നത്. എമിലിയുടെ ആ ഗ്രാൻഡ് ഫാദറുടെ കയ്യിൽ അദ്ദേഹം കൊടുത്ത ആ ഏലസ് വഴിയാണ് ശരിക്കും മാർക്കിലേക്ക് എമിലി വഴി മാർക്കിന്റെ പിതാവ് കയറിക്കൂടിയത്. ആ കാര്യത്തെക്കുറിച്ച് എമിലിക്ക് വലിയ ധാരണയില്ലെങ്കിലും ശരിക്കും അതാ സംഭവിച്ചത്. എമിലിയും പൗലിയും മാസ്റ്ററും അവരുടെ ആ പൈറോയിലെ ജീവിതകാലം ഓർത്തെടുക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടാണ് പൗലി മാസ്റ്റർ യഥാർത്ഥത്തിൽ പൈറോയിൽ നിന്ന് ഹോൾ റീജിയനിൽ എത്തിയത്. ഹോൾ റീജിയനിലേക്കുള്ള ആ യാത്രക്കിടയിൽ അവരുടെ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം തകർന്നപ്പോൾ പല സ്ഥലത്തായി പലരും തെറിച്ചു വീണു. പിന്നീട് പൗലി മാസ്റ്റർക്ക് ആ തെറിച്ചു വീണ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് 2-3 ആളുകളുടെ കാര്യങ്ങളാണ്. യാവോമെങ്, ജിയാങ്ഹി, പിന്നെ ചാങ്മാൻ. ബാക്കി ആളുകളെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. എമിലി ബ്ലാക്ക് അവർക്കൊപ്പമല്ല ഹോളി റീജിയനിൽ എത്തിയത്. മാർക്ക് ഫെല്ലറും അവർക്കൊപ്പമല്ല എത്തിയത്. മാർക്ക് ഫെല്ലർ അന്ന് കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാരണയായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ പൗലി മാസ്റ്റർക്ക് അറിയാം മാർക്ക് ഫെല്ലർ കൂടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. നേരം വെളുക്കുന്നവരെ അവർ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചാണ് സകലരും അന്നത്തെ ആ ഹാങ് ഓവറിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് മാർക്കിനടുത്തേക്ക് സാക്ഷാൽ ജീന എത്തി. ജീന മാർക്കിനെ വിളിച്ചുണർത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നൊന്ന് സഹായിക്കാവോ? ഏയ് ജീന, അതെന്ത് ചോദ്യമാ? നിനക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാനത് ചെയ്തിരിക്കും. മാർക്ക്, എന്റെ ഒത്തിരി ആളുകൾ പർഗേറ്ററിയിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ രഹസ്യ ചാരന്മാരാണ് അവരെന്ന് പറയാം. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെ ഞാൻ ചില സ്ഥലങ്ങളിൽ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുകയാണ്. പർഗേറ്ററിയുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് അവരുള്ളത്. ജീന, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെ ആ മോൺ പവലിയന്റെ ഉടമയാണ് ജീന. അവിടെ എത്തുന്ന ആളുകളൊക്കെ ആ പവലിയനിൽ വന്ന് താമസിക്കാറുണ്ട്. അത് ശരിക്കും ഒരു വലിയ സത്രമാണ്, വലിയൊരു ഹോട്ടലാണെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഭക്ഷണവും താമസ സൗകര്യവും ആളുകൾക്ക് കൊടുക്കുന്ന ജീന അതിന്റെ പ്രതിഫലമായി കൂലിയും വാങ്ങാറുണ്ട്. ജീനയെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അതേ ജീനയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പിന്നീടാണ് മാർക്ക് അറിഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വന്നപ്പോൾ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ജീന, എന്താ പ്രശ്നം? മാർക്ക്, മോൺസ്റ്റർ റൈസുകാർ പർഗേറ്ററിയിൽ ഇടിച്ചു കയറിയിരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരൊക്കെ അവർ കൊന്നൊടുക്കുകയാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് എല്ലാം ഹോളി റീജിയനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഹോളി റീജിയനിലെ ആ 9 ഗ്രേറ്റ് കുടുംബങ്ങളുടെയും സീനിയേഴ്സ് പർഗേറ്ററിക്കകത്ത് ഉണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ മറ്റ് റേസുകളുടെ ആക്രമണത്തിൽ നിന്ന് പർഗേറ്ററിയെ രക്ഷിച്ചിരുന്നത്. അവരെല്ലാവരും 9th ലെവൽ പർഗേറ്ററിയിലാണ് ഉണ്ടായിരുന്നത്. 9ാമത്തെ ലെവലിന്റെ താഴെയുള്ള ലെവലുകളിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ശരിക്കും അവർ മോണിറ്റർ ചെയ്യുമായിരുന്നു. അതിശക്തരായ യോദ്ധാക്കൾ ആരെങ്കിലും മോൺസ്റ്റർ റൈസിൽ നിന്നോ ഗോസ്റ്റ് റൈസിൽ നിന്നോ അതുമല്ലെങ്കിൽ ഡീമൺ റൈസിൽ നിന്നോ അവിടേക്ക് വന്നാൽ അവരെ ഒരുമിച്ച് നേരിട്ട് ഇല്ലാതാക്കുന്നത് ആ ഗ്രേറ്റ് കുടുംബങ്ങളിലെ സീനിയേഴ്സ് ആയിരുന്നു. ഇപ്പോ ആ സീനിയേഴ്സ് എല്ലാം അതാത് കുടുംബങ്ങളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ബ്ലാക്ക് കുടുംബത്തിലും ഷീ കുടുംബത്തിലും അങ്ങനെ ആളുകൾ മടങ്ങി എത്തിക്കഴിഞ്ഞു. എല്ലാ കുടുംബത്തിലും സീനിയേഴ്സ് എത്തിയിരിക്കുകയാണ്. നീ കുടുംബത്തിൽ ഇപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ മടങ്ങിയെത്തിയ ആ സീനിയർ മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും എമോട്ടർ ക്രെയിനിന്റെ ആ ഡീമൺ റൈസ് ശ്രീഹരിയും ഒന്നിച്ചു ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ശരിക്കും ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പർഗേറ്ററിൽ നിന്ന് ആ സീനിയർ നീ കുടുംബത്തിൽ എത്തിയത്. അദ്ദേഹം എത്തുന്നത് കണ്ടുകൊണ്ടാണ് എമോട്ടർ ക്രെയിൻ തന്റെ സംഘങ്ങളുമായി പിൻവാങ്ങിയത്. ഇപ്പോ 9 ഗ്രേറ്റ് കുടുംബങ്ങളിലും പർഗേറ്ററിയിൽ ഉണ്ടായിരുന്ന സീനിയേഴ്സ് എല്ലാം ഉണ്ട്. അവരെല്ലാവരും ഈ മോൺസ്റ്റർ റൈസിന്റെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ആ കാര്യവും ഇപ്പോ ജീന മാർക്കിനോട് പങ്കുവച്ചു. ജീന പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. ഇപ്പോ ജീന ഉള്ളത് ഈ സതേൺ റീജിയനകത്താണ്.
സദേൺ റീജിയനിലെ ജൂവിന്റെ മലനിരയിൽ താമസിക്കുന്ന ജീന എങ്ങനെ അങ്ങ് വിദൂരതയിലുള്ള പർഗേറ്ററിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു? ഹോളി റീജിയനിലെ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. പർഗേറ്ററി ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. അവിടെയുള്ള കാര്യങ്ങൾ വരെ ജീനയ്ക്ക് നന്നായിട്ട് അറിയാം. മാർക്ക് അതിശയത്തോടെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കൂടുതൽ തല പോയിക്കണ്ട, എനിക്ക് എല്ലാ സ്ഥലത്തും ചാരന്മാരുണ്ട്, അവര് അതീവ രഹസ്യമായിട്ട് എനിക്ക് മെസ്സേജുകൾ അയക്കുകയും ചെയ്യും. ജീന ആ പറഞ്ഞ വാചകം മാർക്കിനെ ഒന്നുകൂടി അമ്പരപ്പിച്ചിരിക്കുകയാണ്. പർഗേറ്ററിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിക്കാനും തിരിച്ച് മെസ്സേജ് അയക്കാനുമുള്ള കപ്പാസിറ്റി ജീനയ്ക്കുണ്ട്. ജീന പിന്നെയും മാർക്കിനെ അതിശയിപ്പിക്കുന്നു എന്ന് പറയാം. ജീനയും മാർക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് അങ്കിൾ ഗുവാനും ജൂവും പൗരി മാസ്റ്ററും എമിലി ബ്ലാക്കും ബാക്കിയുള്ള ആളുകളും ഒക്കെ എത്തി. മാസ്റ്റർ വെല്ലിയും അതുപോലെ വെന്നെറിക്കും ഒക്കെ അങ്ങോട്ടെത്തി. മാസ്റ്റർ വെല്ലി ഇപ്പോ ഒരു സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവാണ്. അതല്ല നമ്മളെ അതിശയിപ്പിക്കുക സാക്ഷാൽ വെന്നെറിക്കാണ്. വെന്നെറിക്ക് ഇപ്പോ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ലെവൽ 1 നിൽക്കുന്ന യോദ്ധാവാണ്. കൾട്ടിവേഷനുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, അങ്ങനെയാണ് വെൻഡായെയും വെന്നെറിക്കിനെയും പണ്ട് മാർക്ക് നോക്കിക്കണ്ടത്. പക്ഷെ വെൻഡ മരിച്ചതോടുകൂടി വെന്നെറിക്ക് ഒരു തീരുമാനമെടുത്തു, കൾട്ടിവേറ്റ് ചെയ്തു തുടങ്ങാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ വെന്നെറിക്ക് ശരിക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് വെന്നെറിക്ക് ഇപ്പോൾ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ കടന്നിരിക്കുന്നത്. വെന്നെറിക്ക് ഉൾപ്പെടെ എല്ലാ ആളുകളും ചുറ്റും കൂടിയതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, നമുക്ക് ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. മാർക്ക് എന്ത് മിഷനാ? മാസ്റ്റർ വെല്ലിയാണ് അങ്ങനെ ചോദിച്ചത്. മാസ്റ്റർ, നമുക്ക് പർഗേറ്ററിയിലേക്ക് പോകണം. അവിടെയുള്ള മനുഷ്യരെ മോൺസ്റ്റർ റേസുകാർ കൂട്ടമായി കൊല ചെയ്യുകയാണ്. പർഗേറ്ററി വീണാൽ ഉറപ്പായും ആ മോൺസ്റ്റർ റേസുകാർ ഹോളി റീജിയനിലേക്ക് എത്തും. ഹോളി റീജിയൻ ഒരു പ്ലാനറ്റാണ്. അതുപോലെ വേറൊരു പ്ലാനറ്റാണ് യഥാർത്ഥത്തിൽ പർഗേറ്ററി. പർഗേറ്ററി വളരെ വിശാലമായ പ്ലാനറ്റാണ്. അതിനകത്ത് ഒരുപാട് കോണ്ടിനെന്റുകളുണ്ട്. അതിൽ ഒരു കോണ്ടിനെന്റ് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ് ആണ്. മറ്റൊന്ന് സോളിറ്ററി ക്ലൗഡ് സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന കോണ്ടിനെന്റ് ആണ്. മറ്റൊന്ന് ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റ് ആണ്. വേറൊന്ന് ആ സ്കൈ സിറ്റിയാണ്. മറ്റൊന്ന് ക്രസന്റ് മൂണാണ്. അങ്ങനെ അനവധി കോണ്ടിനെന്റുകളുള്ള അതിവിശാലമായ ആ പർഗേറ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പർഗേറ്ററി എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലം തന്നെയാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിയുമായി കണക്റ്റഡ് ആണ് ആ സ്ഥലം. ആ സ്ഥലത്തിന് മുകളിലൂടെയാണ് മാർക്ക് യഥാർത്ഥത്തിൽ ഗോസ്റ്റ് വേൾഡിലേക്ക് പോയത്. ആ കാര്യം മാർക്കിന് ഇപ്പം നല്ല ഓർമ്മയുണ്ട്. ഗോസ്റ്റ് വേൾഡിൽ നിന്ന് എളുപ്പം കടക്കാൻ കഴിയുന്ന സ്ഥലമാണ് പർഗേറ്ററി. പർഗേറ്ററി പൂർണ്ണമായും വീണ് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ആളുകൾക്ക് ഉറപ്പായും ഇവിടെ ഈ ഹോളി റീജിയനിലേക്ക് കടക്കാൻ കഴിയും. നേരത്തെ മനുഷ്യവംശം ഗോസ്റ്റ് റേസിനെയും ഡീമൺ റേസിനെയും അതുപോലെ മോൺസ്റ്റർ റേസിനെയും അടക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെ അടക്കി നിർത്തിയത് ഇമോർട്ടൽ ചക്രവർത്തിമാരാണ്. ഇപ്പോൾ ഇമോർട്ടൽ ചക്രവർത്തിമാർ ആരുമില്ല. പാത്ത് ഓഫ് ഹെവന്റെ നിയന്ത്രണവും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാത്ത് ഓഫ് ഹെവന്റെ നിയന്ത്രണം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. മോൺസ്റ്റർ റേസുകാർ അതുകൊണ്ടാണ് ഹ്യൂമൻ റേസ് ഉള്ള സ്ഥലത്തേക്കൊക്കെ അതിക്രമിച്ച് കടക്കുന്നത്. അന്ന് പാത്ത് ഓഫ് ഹെവന്റെ നിയന്ത്രണവും അതുപോലെ ഇമോർട്ടൽ ചക്രവർത്തിമാരുടെ അതിശക്തമായ അറ്റാക്കിംഗ് പവറും ഒരുമിച്ച് ഡീമൺ റേസിനെ നേരിട്ടതുകൊണ്ടാണ് ഡീമൺ റേസുകാർ ഹോളി റീജിയനുമായി കണക്ട് ചെയ്തുള്ള ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്ക് ഉൾവലിഞ്ഞത്. ഇപ്പോഴും ആ സംഘം ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തുണ്ട്. അതിവിശാലമായ ഒരു വലിയ വനമാണ് ഗ്രീൻ റോക്ക് ഫോറസ്റ്റ്. അതിന്റെ ഉള്ളിലേക്ക് ഈ ഡീമൺ റേസുകാരല്ലാതെ വേറെ ആരും കടന്നു ചെല്ലാറില്ല. അവിടെ വേട്ട നടത്താനായി ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കുമ്പോൾ മാർക്കും ബ്ലാക്ക് കുടുംബത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ എമിലി ബ്ലാക്കും പോയിട്ടുണ്ട്. ഹണ്ടിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ അകത്തേക്ക് കടക്കുക. പോകുന്ന ആളുകൾ ചിലരൊക്കെ കൊല്ലപ്പെടാറുണ്ട്, ചിലരൊക്കെ അവിടെയുള്ള ഡീമനുകളെ കൊല്ലാറുമുണ്ട്. പക്ഷെ ആ ഡീമനുകളെക്കാൾ ശക്തരായ ഡീമനുകൾ ഉള്ളിലുണ്ട്. എത്രത്തോളം ദൂരം ഉള്ളിലേക്ക് പോകാമെന്ന് അവിടെ നേരത്തെ പോയിട്ടുള്ള ആളുകൾ ഒരു ബൗണ്ടറി തന്നെ സ്വാഭാവികമായും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബൗണ്ടറിക്ക് ഇപ്പുറം നിന്നുള്ള അറ്റാക്ക് മാത്രമാണ് ഹണ്ടിങ് ഓർഗനൈസേഷൻ സാധാരണ നടത്തുക. ഹണ്ടിങ് ഓർഗനൈസേഷൻ മാത്രമല്ല, ഗ്രേറ്റ് കുടുംബങ്ങളുടെ ആളുകളും അത്രയേ നടത്തുന്നുള്ളൂ. മാർക്ക് ഫെല്ലർക്ക് ആ കഥയൊക്കെ അറിയാം. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് സാക്ഷൽ ഇമോർട്ടൽ ക്രെയിൻ ഇപ്പോൾ ഉള്ളത്. ഇമോർട്ടൽ ക്രെയിന്റെ കീഴിൽ അതിശക്തരായ ഡീമനുകളുണ്ട്. ആ വെർബലിയൻ ബേർഡിനെ പോലുള്ള ഡീമനുകൾ. ആ ടീമുമായിട്ട് ഇമോർട്ടൽ ക്രെയിൻ മനുഷ്യരെ ആക്രമിച്ചാൽ അതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും. ഒരു ഭാഗത്ത് ഡീമൺ റേസ് എപ്പോൾ വേണമെങ്കിലും കടന്നു വരുമെന്നുള്ള ഭയം, മറുഭാഗത്ത് ഓൾറെഡി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത മോൺസ്റ്റർ റേസിന്റെ അറ്റാക്ക്. മൂന്നാമത്തത് ഗോസ്റ്റ് റേസ് ആണ്. ഗോസ്റ്റ് റേസിന്റെ ഭാഗമായി മാറുകയാണ് ശ്രീഹരി ഉൾപ്പെടെയുള്ള ടീം ഈ ഹോളി റീജിയനിലെ മനുഷ്യരെ ആക്രമിക്കാനായി തുനിഞ്ഞാൽ
അതും പ്രശ്നമാകും. ഈ ആക്രമണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറകേറ്റിലുള്ള മോൺസ്റ്റേഴ്സിനെ ഒഴിവാക്കണം. മാർക്ക് ഫെല്ലർ തനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകളോട് പങ്കുവച്ചു. മാർക്ക് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായി കേൾക്കുകയാണ്. മാർക്ക് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചാങ്-റേയും മിലിയുമുണ്ട്. മിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറകെട്രയിൽ 7th ലെവലിലായിരുന്നു താമസം. എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഇപ്പോ വന്നിരിക്കുന്ന മോൺസ്റ്റേഴ്സ് അതിശക്തരാണ്. അവിടേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. അതിശക്തരായ ആളുകളുമായി നമ്മളവിടെ പോയതുകൊണ്ടേ കാര്യമുള്ളൂ. മാർക്കിനോട് മിലി അത് പറഞ്ഞതും ചാങ്-റേ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറകെട്രയിൽ 8th ലെവലിലായിരുന്നല്ലോ. ഞാനും മിലി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. നമുക്ക് ഹോളി റീജിയനിലെ ശക്തരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ? മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഉള്ളത് അവിടെ ആ ഹോളി റീജിയനിൽ തന്നെ ഭാഗമായ സതേൺ പ്രൊവിൻസിലാണല്ലോ. സതേൺ പ്രൊവിൻസിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് അവർക്ക് എളുപ്പം പോവാം. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെ അവർക്ക് ഇഷ്ടം പോലെയുണ്ട്. അതുമല്ലെങ്കിൽ തന്നെ സുമേരുറിങ്ങും മറ്റ് സംവിധാനങ്ങളൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹോളി റീജിയനിൽ ചെന്ന് ആ 9 ഗ്രേറ്റ് കുടുംബങ്ങളെയും കാര്യം അറിയിച്ചാൽ അവരെല്ലാവരും സഹകരിക്കും. ത്രട്ട് അവർക്കും കൂടിയാണല്ലോ. ചാങ്-റേ ആ കാര്യം പറഞ്ഞതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ചാങ്-റേയും മിലിയും പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ അവരെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരാരെങ്കിലും നമ്മളോടൊപ്പം കൂടുവോ? ജൂവിന്റെ ആ ചോദ്യം ശരിക്കും ജെന്യുവിനാണ്. ഹോളി റീജിയൻകാരുടെ പ്രഖ്യാപിത ശത്രുവാണല്ലോ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ അവിടെ ആ ബ്ലാക്ക് കുടുംബത്തിന്റെ എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കിക്കൊണ്ട് പോയത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ അവിടെ ഒരുപാടുണ്ട്. കൂട്ടത്തിൽ സാക്ഷാൽ ഷൈനുമുണ്ട്. ഷീ കുടുംബത്തിന്റെ ഷൈൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ധ്യാനത്തിലാണ്, അല്ലെങ്കിൽ സോളിറ്ററി കൾട്ടിവേഷനിലാണ്. ഒറ്റയ്ക്ക് അയാൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോ ഏത് ലെവലിൽ എത്തിക്കാണമെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അതിശക്തനായി ഷൈൻ മാറിയിട്ടുണ്ടാവും. ഷൈനും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ഫൈനൽ യുദ്ധം അത് അനിവാര്യമാണ്. ഹോളി റീജിയന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ആ യുദ്ധം എന്തായാലും നടക്കും. ഷൈൻ ആ ധ്യാനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ നിമിഷത്തിൽ ഉറപ്പായും അയാൾ മാർക്കിനെ തേടിയിറങ്ങും. അത് ഹോളി റീജിയനിലെ എല്ലാവർക്കും അറിയാം. ആ സമയത്ത് മാർക്ക് അവിടേക്ക് ചെന്നിട്ട് ഒന്നിച്ച് മോൺസ്റ്റേഴ്സിനെ നേരിടാന്ന് പറഞ്ഞാൽ അവർ സഹകരിക്കുമോ എന്നുള്ളൊരു സംശയമാണ് ജൂവിനുള്ളത്. ജൂവിന്റെ ആ സംശയം സ്വാഭാവികമായിട്ട് ചാങ്-മാങ്ങിനുമുണ്ട്. ചാങ്-മാങ്ങും ആ കാര്യം പങ്കുവച്ചതും അതുവരെ നിശബ്ദയായിരുന്ന എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് അവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഹോളി റീജിയനെ ഉപേക്ഷിച്ചിട്ട് മാർക്കിനൊപ്പം ഇറങ്ങിയ ആളാണല്ലോ സാക്ഷാൽ എമിലി ബ്ലാക്ക്. വീണ്ടും ഹോളി റീജിയന്റെ സപ്പോർട്ട് ഒരു കാര്യത്തിലും നേടാൻ എമിലി മനസ്സുകൊണ്ട് തയ്യാറല്ല. എമിലി അത് പറഞ്ഞതും മാർക്ക് എല്ലാവരോടായി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തണ്ടർ കോർട്ട്യാർഡിലേക്ക് ചെല്ലാം. തണ്ടർ കോർട്ട്യാർഡുകാരുടെ ആക്രമണത്തിൽ നിന്ന് ശരിക്കും ഓടി രക്ഷപ്പെടുകയായിരുന്നു മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും. അതേ തണ്ടർ കോർട്ട്യാർഡിലേക്ക് വീണ്ടും ചെല്ലാമെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ സകലന്റെ മുഖത്തും വല്ലാത്തൊരു അത്ഭുതം. മാർക്ക് എല്ലാവരും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. തണ്ടർ കോർട്ട്യാർഡിനെ കുറിച്ച് ഒരുപാട് പൗലി മാസ്റ്റർ കേട്ടിട്ടുണ്ട്. പൗലി മാസ്റ്റർ തണ്ടർ കോർട്ട്യാർഡിൽ പോയിട്ടേ ഇല്ല. തണ്ടർ കോർട്ട്യാർഡ് പോലെയുള്ള ഒരു വലിയ സംവിധാനമാണല്ലോ ആൽക്കെമിസ്റ്റ് പൗലിയൻ. ആ ആൽക്കെമിസ്റ്റ് പൗലിയന്റെ അതിശക്തിയായ നേതാവായി പൗലി മാസ്റ്റർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ആ ആൽക്കെമിസ്റ്റ് പൗലിയന്റെ അകത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ജി കുടുംബത്തിന്റെ ആളുകൾ പൗലി മാസ്റ്ററെ പിടിച്ചുകൊണ്ടുപോയത്. ആൽക്കെമിസ്റ്റ് പൗലിയൻ യഥാർത്ഥത്തിൽ തണ്ടർ കോർട്ട്യാർഡിന്റെ അകത്തുള്ള ഒരു പീക്ക് സ്വന്തമാക്കി അവിടെ ഒരു പവലിയൻ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണ്. മാർക്കിനോട് ആ കാര്യം ആൽക്കെമിസ്റ്റ് പൗലിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ ഒരു തവണ പറഞ്ഞതാണ്. മാർക്ക് ജൂവിന്റെ സഹായത്താൽ അങ്ങനെ ഒരു കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് അന്ന് വാക്ക് കൊടുത്തിരുന്നതാണ്. അതൊക്കെ പൗലി മാസ്റ്റർക്ക് അറിയാം. പക്ഷെ സംഭവങ്ങൾ അതിവേഗം കടന്നുപോയതുകൊണ്ട് അതൊന്നും നടന്നില്ലെന്ന് മാത്രം. പൗലി മാസ്റ്റർക്കും അതുകൊണ്ട് തണ്ടർ കോർട്ട്യാർഡ് കാണാൻ ഒരു മോഹം. അങ്ങനെ കാര്യങ്ങൾ ഏകദേശം ധാരണയായതും ആ എൻറ്റിയർ ടീമും അവിടെ നിന്ന് നേരെ തണ്ടർ കോർട്ട്യാർഡിലേക്ക് തിരിച്ചു. തണ്ടർ കോർട്ട്യാർഡിനെ കുറിച്ച് മാസ്റ്റർ വെള്ളിക്കും അറിയാം, വെന്നെറിക്കിനും അറിയാം. സതേൺ റീജിയനുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തണ്ടർ കോർട്ട്യാർഡ്. തണ്ടർ കോർട്ട്യാർഡിലേക്ക് മാർക്ക് ഫെല്ലറും ടീമും തിരിച്ചു. തണ്ടർ കോർട്ട്യാർഡിലെ ഏറ്റവും ശക്തരായ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. മാർക്കുമായി ഉണ്ടായ ആ ഏറ്റുമുട്ടൽ അവർക്കൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അഹങ്കാരത്തിന് അവർക്കാർക്കും കുറവൊന്നും വന്നിട്ടില്ല. അവര് പല കാര്യങ്ങളും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അനവധി ആളുകളുടെ കടന്നുവരവ് അവർ ശ്രദ്ധയിൽപ്പെട്ടത്. ആകാശത്തുകൂടി ആരൊക്കെയോ വരുന്നത് പോലുള്ള ഒരു ഫീലിംഗ് തണ്ടർ കോർട്ട്യാർഡിലെ ആ പ്രധാന ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധ ആ സതേൺ പ്രോവിൻസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ ഭാഗത്തു നിന്നാണ് ഇന്ത്യൻ എനർജിയുടെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്തത്. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനവധി ആളുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ ആളുകൾ താഴെ ലാൻഡ് ചെയ്തപ്പോൾ
അവർക്ക് ആളുകൾ വിസിബിൾ ആവുകയാണ്. മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും മറ്റ് അനവധി ആളുകളുമാണ് അവിടെ എത്തിയിരിക്കുന്നത്. മാർക്കിനെയും ആളുകളെയും കണ്ടതും എമിലിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആ ഷോൺ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ്ടാ നീ വീണ്ടും ഇവിടേക്ക് വന്നത്? നീ മരണം ഇരന്നു വാങ്ങിയാണല്ലേ? അതിന് മാർക്കിന് മറുപടി പറയാനുള്ള അവസരം സാക്ഷാൽ ചാങ്മാങ് കൊടുത്തില്ല. ചാങ്മാങ് പെട്ടെന്ന് മുന്നോട്ട് കയറിയിട്ട് ആ ഷോങ്ങിന് നേരെ വെള്ളി ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു, വാ അടച്ചു പിടിക്കുക, ഇല്ലെങ്കിൽ ഒറ്റയിടിക്കുന്നതിന് ഞാൻ അവസാനിപ്പിക്കും. ചാങ്മാങ്ങിൻ്റെത് ഭീമാകാരമായ ഒരു രൂപമാണ്. ആ രൂപം, ആ ശൈലിയിൽ അങ്ങനെ പറയുമ്പോൾ ശരിക്കും ആ ഷോങ് ഒന്ന് പരിങ്ങി എന്ന് പറയാം. ഡീമൺ സ്ലെയിങ് പീക്കിന്റെ അതിശക്തരായ യോദ്ധാവായിരുന്നല്ലോ ചാങ്മാങ്. ചാങ്മാങ് മുന്നോട്ട് കയറിയതും കൂടെ ജൂവും കൂടെ കയറി. ജൂ രണ്ട് കൈയും ഇടിപ്പിൽ കൊടുത്ത് ആ ഷോങ്ങിനെ നോക്കിയിട്ട് ഷോങ്ങിനോട് പറഞ്ഞു, നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. ഇനി നീ വാ തുറന്നാൽ പിന്നെ നീ ഉണ്ടാവില്ല. ആ തണ്ടർ കോർട്ട്യാർഡിലെ ഒരുപാട് ലീഡേഴ്സ് അവിടെ നിരന്ന് നിൽക്കുമ്പോഴാണ് ഡീമൺ സ്ലെയിങ് പീക്കിന്റെ ഭാഗമായിരുന്ന ജൂവും ചാങ്മാങ്ങും അവിടുത്തെ ആ ഫ്ലവർ പീക്കിന്റെ അധിപയുടെ മകനെ നോക്കി അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് ജൂവും അതുപോലെ ചാങ്മാങ്ങും പറയുമ്പോൾ നിശബ്ദയായി അത് കേട്ടു നിൽക്കുകയാണ് ഫ്ലവർ ഗ്രാനി. ഫ്ലവർ ഗ്രാനി നിശബ്ദയാണെങ്കിലും അവരുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞത് സ്വാഭാവികമായിട്ടും എമിലി ബ്ലാക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. ഫ്ലവർ ഗ്രാനിയുടെ പ്രിയപ്പെട്ട ശിഷ്യയാണ് എമിലി ബ്ലാക്ക്. അവരുടെ ഓരോ ചലനവും കൃത്യമായി എമിലിക്ക് മനസ്സിലാകും. ഡീലിയുടെ കണ്ണുകളിലും ആ ചിരിയുണ്ട്. അത് ജൂ മനസ്സിലാക്കുകയും ചെയ്തു. ഡീലിയുടെ പ്രസിദ്ധയായ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യയാണ് ജൂ. ഡീലിയും ഫ്ലവർ ഗ്രാനിയും ചിരിക്കുന്നത് മറ്റുള്ള ആളുകൾ ശ്രദ്ധയപ്പെട്ടില്ല. പക്ഷെ ആ നിമിഷത്തിൽ തണ്ടർ കോർട്ട്യാർഡിന്റെ അതിശക്തരിൽ ഒരാൾ അയാളുടെ വിരല് ജൂവിന് നേരെ ചൂണ്ടി. ജൂവിന്റെ നേരെ അയാൾ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരലിൽ നിന്ന് ശക്തമായ രണ്ട് തീയുണ്ടകൾ പോലെ പ്രകാശം ജൂവിന് നേരെ പാഞ്ഞു വരികയാണ്. ജൂവിന് നേരെ ആ പ്രകാശം പാഞ്ഞ ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കൈ ഒന്ന് ചലിച്ചു. ജൂവിന്റെ ബോഡിയിൽ ആ പ്രകാശം തട്ടുന്നതിന് തൊട്ടു മുന്നേ ആ പ്രകാശത്തെ മാർക്ക് അങ്ങ് കട്ട് ചെയ്തു. മാർക്ക് ആ പ്രകാശം കട്ട് ചെയ്തത് ആ തണ്ടർ കോർട്ട്യാർഡിലെ ശക്തന്റെ വിരലിൽ ചേർത്തിട്ടാണ്. ശരിക്കും ആ വിരലിൽ ചേർത്ത് പ്രകാശത്തെ മാർക്ക് ഒറ്റ ഘട്ടം കട്ട് ചെയ്യുകയാണ്. ആ വിരലിന്റെ തുമ്പിൽ തൊട്ടില്ലെന്ന് പറഞ്ഞ മാർക്ക് അത് കട്ട് ചെയ്തു. ആ സമയത്ത് മാർക്കിന്റെ കയ്യിൽ ആ പച്ച പ്രകാശം പുറത്തേക്ക് വമിപ്പിക്കുന്ന വാളുണ്ട്. അതിശക്തമായ ആ വാള് മാർക്കിന്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടതും ആ തണ്ടർ കോർട്ട്യാർഡിലെ ആള് ഒന്ന് വിറച്ചു. ശരിക്കും ഒരു ഭയം അയാൾക്കുണ്ടായെന്ന് പറയാം. വിരലിന്റെ അറ്റത്ത് കെട്ടിയത് മാർക്കിന് ആ വിരലിൽ കെട്ടിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അയാൾ വിറച്ചത്. വിരലിന്റെ സ്ഥാനത്ത് തല വേണമെങ്കിലും കെട്ടിയാലും മാർക്ക് ഫെല്ലറെ തനിക്ക് നേരിടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ തണ്ടർ കോർട്ട്യാർഡിന്റെ തലവൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, പ്രശ്നമുണ്ടാക്കാനാണോ നീ ഇവിടേക്ക് വന്നത്? അത് കേട്ടതും മാർക്ക് ഫെല്ലർ അദ്ദേഹത്തോടായി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അതിനല്ല വന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. മാർക്ക് പറഞ്ഞ ആ വാചകം സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തെ ഒന്ന് തണുപ്പിച്ചെന്ന് പറയാം. തണ്ടർ കോർട്ട്യാർഡിലെ ആളുകൾ മാർക്ക് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി മാർക്കിനെ നോക്കിയതും മാർക്ക് അവരോട് പറഞ്ഞു, പർഹിട്രിയിൽ മോൺസ്റ്റർ റേസുകാർ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും ശക്തരായ ഒരുപാട് ആളുകളുമായിട്ടാണ് മോൺസ്റ്റർ റേസ് എത്തിയിരിക്കുന്നത്. ആ ആക്രമണത്തെ അതിജീവിക്കാൻ അവിടെയുള്ള സാധാരണ ആളുകൾക്ക് പറ്റുന്നില്ല. അവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളെ മുഴുവൻ മോൺസ്റ്റർ റേസ് കൊന്നൊടുക്കിയാൽ അടുത്തതായി അവർ ലക്ഷ്യം വെക്കുകയാണ് ഈ ഹോളി റീജിയനെ ആകും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ പ്രതിരോധ നടപടികൾ തുടങ്ങണം. നമ്മുടെ പ്രതിരോധം ഉറപ്പായും അറ്റാക്ക് ആയിരിക്കണം. നമ്മൾ മോൺസ്റ്റർ റേസിനെ അറ്റാക്ക് ചെയ്യണം. അതിന് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. തണ്ടർ കോർട്ട്യാർഡിന്റെ സഹായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോൺസ്റ്റർ റേസുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിയുമെന്ന് ഒരു തോന്നൽ മാർക്കിനുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. മാർക്ക് പറഞ്ഞത് കേട്ടതും തണ്ടർ കോർട്ട്യാർഡിലെ ആ സീനിയേഴ്സിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നോടൊപ്പം സഹകരിച്ച് ഒരു യുദ്ധത്തിനും ഏർപ്പെടാൻ ഞങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല. നീ പോകാൻ നോക്ക്. ഇവിടെ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ സഹായവും വേണ്ട, സഹകരണവും വേണ്ട. മാർക്ക് ഫെല്ലറുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തണ്ടർ കോർട്ട്യാർഡിന്റെ ആ വക്താവ് പറഞ്ഞതും മാർക്ക് അവരെല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഉറക്കെ അവരോട് ചോദിച്ചു, ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും ഇതാണ് അഭിപ്രായമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്കൊപ്പം ചേരാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഇപ്പോ ഞങ്ങളുടെ ഒപ്പം ചേരാം. മാർക്ക് ഫെല്ലർ ആ തണ്ടർ കോർട്ട്യാർഡിലെ മുഴുവൻ ആളുകളെയും നോക്കിയിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടതും ഡീലി മാർക്കിന്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. ഡീലി നടക്കുന്ന കണ്ടതും സാക്ഷാൽ ഫ്ലവർ ഗ്രാനിയും ഡീലിക്കൊപ്പം നടക്കുകയാണ്. മാർക്ക് ഫെല്ലറും ടീം നിൽക്കുന്ന ഭാഗത്തേക്ക്
ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും നടക്കുന്ന കാഴ്ച ശരിക്കും ആ തണ്ടർ കോർട്ട്യാർഡിലെ ബാക്കിയുള്ള അതിശക്തർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി. ആ തണ്ടർ കോർട്ട്യാർഡിന്റെ അധിപൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ആള് ഡീൻലിയോട് ചോദിച്ചു, ഏയ് നീ എന്തായി കാണിക്കുന്നത്? ഡീൻലിയെ നോക്കിക്കൊണ്ട് ആ തണ്ടർ കോർട്ട്യാർഡിന്റെ ആ പുതിയ അധിപൻ ആ ചോദ്യം ചോദിച്ചതും ഡീൻലി അയക്ക് നേരെ തിരിഞ്ഞു. നോക്ക്, നിങ്ങളെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളെയൊക്കെ എതിരേറ്റത്. നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ആ വരവേൽപ്പ് ശരിക്കും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷെ നിങ്ങൾ എന്തായി ചെയ്തത്? ഈ തണ്ടർ കോർട്ട്യാർഡിലെ ഏറ്റവും പ്രഗത്ഭരായ 2 ജീനിയസുകളെ നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചു, മാർക്കിനെയും എമിലി ബ്ലാക്കിനെയും. നിങ്ങൾ ശരിക്കും ഈ തണ്ടർ കോർട്ട്യാർഡിനെ പൊളിച്ചെടുക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടത്തുകയല്ലേ ചെയ്തത്. ഇനിയും ഇത് സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനായിട്ട് എത്രയെങ്കിലും വർഷം പ്രവർത്തിച്ച വ്യക്തിയാണ് ഡീൻ ലീ. അദ്ദേഹം ആ വാചകം പറഞ്ഞപ്പോൾ ഫ്ലവർ ഗ്രാനി അത് കൂട്ടിച്ചേർത്തു. ഞാൻ എൻ്റെ ലൈഫ് ഇവിടെയാണ് സമർപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ വിഷമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമില്ല. നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നപ്പോൾ ഡീൻ ലീ പറഞ്ഞ പോലെ ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് ഒരു പാർട്ടിഷനാണ്. ശരിക്കും ഇവിടെയുള്ള നല്ല മനുഷ്യരെ മുഴുവൻ നിങ്ങൾ എതിരാക്കി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല. പക്ഷേ ഞാൻ മാത്രമല്ല പോകുന്നത്, എന്നോടൊപ്പം എൻ്റെ ശിഷ്യന്മാരും വരുന്നുണ്ട്. അങ്ങനെ ഫ്ലവർ ഗ്രാനി പറഞ്ഞിട്ട് അവര് ഒരു ടെലിപ്പത്തിക് മെസ്സേജ് അവരുടെ ആ ഫ്ലവർ പീക്കിലേക്ക് കൊടുത്തതും അവിടെയുള്ള മുഴുവൻ ആളുകളും പ്രധാന പീക്കിലേക്ക് തിരിച്ചു. അതേ സമയത്ത് തന്നെ ഡീൻ ലീ ആ ഡീമൺ സ്ലെയിങ് പീക്കിലേക്കും അതേ ടെലിപ്പത്തിക് മെസ്സേജ് കൊടുത്തു. ഡീമൺ സ്ലെയിങ് പീക്കിലെ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്റർ ഉൾപ്പെടെയുള്ള മുഴുവൻ യോദ്ധാക്കളും ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് ഉടൻ തന്നെ ആ മെയിൻ പീക്കിലെത്തി. ഫ്ലവർ പീക്കിലെ മുഴുവൻ ആളുകളും അതുപോലെ ഡീമൺ സ്ലെയിങ് പീക്കിലെ മുഴുവൻ ആളുകളും അവർക്കൊപ്പം ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ഒരു വലിയ ടീമാണ് അവിടെ അണിനിരന്നിരിക്കുന്നത്. ശരിക്കും ഈ തണ്ടർ കോർട്ട്യാർഡിലെ ഏറ്റവും ശക്തരായ ടീമുകൾ എന്ന് പറയുന്നത് ഡീമൺ സ്ലെയിങ് പീക്കും അതുപോലെ ഫ്ലവർ പീക്കുമാണ്. ആ 2 പീക്കിലെയും മുഴുവൻ യോദ്ധാക്കളെയും ഇതാ ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ ശക്തി തൽഫലമായി വൻതോതിൽ കുറയുമെന്ന് വ്യക്തമാണ്. ആ കാഴ്ച കണ്ടതും തണ്ടർ കോർട്ട്യാർഡിന്റെ അധികാരികളായി അവിടെ വേഷം കെട്ടി നിൽക്കുന്ന ലീ കുടുംബത്തിൻ്റെയും അതുപോലെ ഫ്ലവർ കുടുംബത്തിൻ്റെയും ആ ആളുകൾ അമ്പരപ്പോടെ ആ കാഴ്ച എങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ആളുകളോടായി പറഞ്ഞു, നിങ്ങളുടെ ചെയ്തികളാണ് ഇത്തരം ഒരു കാഴ്ച ഉണ്ടാക്കിയത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഡീൻ ലീയോട് പറഞ്ഞു, ഡീൻ ലീ അങ്ങയുടെ ആ ആയുധം കൂടി തിരിച്ചെടുക്ക്. ഡീൻ ലീയുടെ കൈവശം എപ്പോഴും എല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വടി കാണും. ആ വടി അതിശക്തമായ പവർഫുൾ ആയിട്ടുള്ള ഒരു വടിയാണ്. അതൊരു മാജിക്കൽ ആർട്ടിഫാക്റ്റാണ്. ആ ആർട്ടിഫാക്റ്റ് ഉപയോഗിച്ചാൽ ഇടിമിന്നൽ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ പേര് തന്നെ ആ ഇടിമിന്നലുമായി ബന്ധിപ്പിച്ച് ഉണ്ടായതാണ്. ഇമോർട്ടൽ ചക്രവർത്തി ലീയുടെ അതിശക്തമായ പവർ കൊണ്ട് ആകാശത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും മിന്നൽ സൃഷ്ടിക്കാൻ തണ്ടർ കോർട്ട്യാർഡിലെ യോദ്ധാക്കൾക്ക് പറ്റും, പ്രത്യേകിച്ച് ഡീൻ ലീക്ക് അത് കഴിയുന്നത് ആ എല്ലുകൊണ്ടുള്ള വടി കയ്യിലിരിക്കുമ്പോഴാണ്. അത് തിരിച്ചെടുക്കാൻ മാർക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, അതൊന്നും വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിലേ ഈ ലൈറ്റ്നിങ്ങും തണ്ടറും സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് ഇവരൊക്കെ ധരിക്കുന്നത്. അതില്ലെങ്കിലും മിന്നലും ഇടിയും സൃഷ്ടിക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ തെളിയിച്ചില്ലേ. ഞാനും ആ ശ്രമത്തിലാണ്. മാർക്ക് ഫെല്ലർക്ക് ഇടിമിന്നൽ സൃഷ്ടിക്കാൻ ആ ബോർഡിന്റെ ആവശ്യമേ ഇല്ല. ആ എല്ല് കൊണ്ടുള്ള വടി ഇല്ലാതെ തന്നെ മാർക്കിന് നിഷ്പ്രയാസം ഇടിമിന്നലും സൃഷ്ടിക്കാൻ പറ്റും. കാരണം മാർക്കിന്റെ ഉള്ളിൽ ഇപ്പോൾ ഹാർട്ട് ഓഫ് തണ്ടർ ഉണ്ട്. ഇമോർട്ടൽ ചക്രവർത്തി ലീ ആണ് മാർക്കിന് ആ ഹാർട്ട് ഓഫ് തണ്ടർ ഹാൻഡ് ഓവർ ചെയ്തത്. ഇമോർട്ടൽ ചക്രവർത്തിയുടെ ഹൃദയം തന്നെ ഏതാണ്ട് ഹാൻഡ് ഓവർ ചെയ്ത പോലെയാണ്. മാർക്കിന്റെ ഉള്ളിൽ ആ ഹാർട്ട് ഓഫ് തണ്ടർ ഉണ്ട്. അതുള്ളപ്പോൾ ഈ വടി തികച്ചും അനാവശ്യമാണ്. ആ ഹാർട്ട് ഓഫ് തണ്ടറിന്റെ പവർ ഡീൻ ലീക്ക് കൂടി കിട്ടിയാൽ ഡീൻ ലീക്കും അനായാസമായിട്ട് ആ മിന്നൽ സൃഷ്ടിക്കാൻ പറ്റും, ഏത് സാഹചര്യത്തിലും. അത് അറിയാവുന്ന മാർക്ക് ഫെല്ലർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ തണ്ടർ കോർട്ട്യാർഡിലെ ആളുകളോട് അവസാനമായി പറഞ്ഞു, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് ശക്തി ഉണ്ടാകുന്നത് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. അത് മറക്കാതിരിക്കുക. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മഹത്തായ ഈ തണ്ടർ കോർട്ട്യാർഡ് എന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക.
അങ്ങനെ മാർക്ക് പറഞ്ഞിട്ട് ആ എൻ്റെ ടീമിനെയും ആ സുമേരു റിങ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് മാർക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിയതും മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനോട് പറഞ്ഞു, എമിലി, ഈ മുഴുവൻ ആളുകളെയും സുമേരു റിങ്ങിൽ ഈസിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇവിടെ നിന്ന് പർഗേറ്ററിയിലേക്ക്. പക്ഷേ എമിലി, അതല്ലാതെയും നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റും. നീ വിചാരിച്ചാൽ അത് പറ്റും. എമിലി ബ്ലാക്കിന്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റി സ്പേസുമായി കണക്റ്റഡ് ആണ്. ചുറ്റുമുള്ള സ്പേസിനെ ശരിക്കും അവിശ്വസനീയമായ രീതിയിൽ എമിലിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ എല്ലാമായിരുന്ന ശ്രീറാം സ്പേസ് ആ ശൈലിയിൽ ഉപയോഗിക്കുന്ന ആളാണ്. സ്പേസിനെ ഉപയോഗിച്ച് ശ്രീറാം സൃഷ്ടിക്കുന്ന റഷമോൺ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു അറ്റാക്കിംഗ് ടെക്നിക്കാണ്. ചുറ്റുമുള്ള സ്പേസിനെ മുഴുവൻ തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വളരെ അനായാസമായിട്ട് ശ്രീറാമിന് പറ്റും. ശ്രീറാമിന്റെ ആ കഴിവ് കണ്ടിട്ടുള്ള മാർക്ക് ഫെല്ലർക്ക് എമിലി ബ്ലാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് എമിലിയെ ആ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് മാർക്ക് വിളിച്ച സമയത്താണ്. അന്ന് അവിടെ മാർക്കിനെ എല്ലാവരും അറ്റാക്ക് ചെയ്തപ്പോൾ മാർക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ മുന്നോട്ട് കയറിയ എമിലി ബ്ലാക്ക് ശരിക്കും മാർക്കിന് ചുറ്റുമുള്ള സ്പേസ് ഇവര് വലിച്ചു കീറിയെന്ന് പറയാം. അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാർക്കിന് ചുറ്റും ഒരു ശൂന്യ ആകാശം സൃഷ്ടിക്കാൻ അന്ന് എമിലിക്ക് പറ്റിയിരുന്നു. എമിലിയുടെ അൺബിലീവബിൾ ആയുള്ള ആ കപ്പാസിറ്റിയെ കുറിച്ച് എമിലിയെ മാർക്ക് ഓർപ്പിച്ചതും എമിലി മാർക്കിനൊപ്പം ആ സുമേരു റിങ്ങിനകത്തേക്ക് കയറി. മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും അവർക്കൊപ്പമുള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് ആ സുമേരു റിങ്ങിലൂടെ തുടർന്നെത്തിയത് ജൂവിന്റെ ആ മലയിലേക്കാണ്. ജൂവിന്റെ മലയിലേക്ക് എത്തിയതും അവര് ആ ടീമിനെ ഒന്ന് തയ്യാറാക്കാൻ തുടങ്ങി. മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ യോദ്ധാക്കളാണ്. അതേ ലെവലിലാണ് എമിലി ബ്ലാക്ക്. ചാങ് മാങ് ഫസ്റ്റ് ലെവലുകാരനാണ്. ഇപ്പോ അങ്കിൾ ഗുവാനും ഫസ്റ്റ് ലെവലിലാണ്. ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ചാങ് റേയും മിലിയും ഏതാണ്ട് ട്രിബുലേഷന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ട്രൂ സൈനികരാണ്. വെൻ എറിക്ക് ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവലിൽ മാസ്റ്റർ വെല്ലിയുണ്ട്. ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് ലെവൽ അവർക്ക് ചുരുക്ക ആളുകളെ ഉള്ളെന്നർത്ഥം. ഈ മൊത്തം ആളുകളെയും കൊണ്ടാണ് അവര് ഇനി ആ പർഗേറ്ററിയിലേക്ക് പോകേണ്ടത്. ആ പർഗേറ്ററിയിലേക്ക് യാത്ര എങ്ങനെ ആയിരിക്കണമെന്നാണ് മാർക്ക് നേരത്തെ തണ്ടർ കോട്ടിയാടി വെച്ച് എമിലിയോട് പറഞ്ഞത്. ജൂവിന്റെ മലയിലെത്തിയതും എമിലി ബ്ലാക്ക് മാർക്ക് പറഞ്ഞ അനുസരിച്ച് ആ സ്പേഷ്യൽ സംവിധാനം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്പേസിനെ എമിലിക്ക് ശരിക്കും അവിശ്വസനീയമായ ശൈലിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മാർക്കിന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഫ്ലവർ ഗ്രാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പറഞ്ഞത് 100% ശരിയാണ്. എമിലിക്ക് ഈ സ്പേസ് നിയന്ത്രിക്കാൻ ശരിക്കും പറ്റും. എമിലിയെ പരിശീലിപ്പിച്ചിരുന്ന ഫ്ലവർ ഗ്രാനിക്ക് എമിലിയുടെ ആ കാര്യത്തിൽ നല്ല വിശ്വാസമാണ്. എമിലി ബ്ലാക്ക് ചമ്രം പണിഞ്ഞിരുന്ന് കണ്ണുകളടച്ച് ധ്യാനത്തിലേക്ക് കടന്നു. ഈ സമയത്ത് ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജി കുടുംബത്തിന്റെ ഒരു സ്പെഷ്യൽ സോഡില്ലേ, ആ സോഡ് നിന്റെ കയ്യിലില്ലേ? ജീനയുടെ ജി കുടുംബത്തിന്റെ കൈവശം ഒരു സോഡുണ്ട്. ആ സോഡ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹോളി റീജിയനിലെ ആ യാവു നൈനാൻ ജീനയെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെയാണ് ആ നൈനാൻ മാർക്കിന്റെ കയ്യിൽ കൊല്ലപ്പെടുന്നത്. ആ വാളിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതാ ഡീൻ ലീ മാർക്കിനെ ഓർപ്പിച്ചത്. അത് കേട്ടതും മാർക്ക് ഡീൻ ലീയോട് പറഞ്ഞു, ആ വാള് ഞാൻ കണ്ടതാണ്, പക്ഷെ അന്ന് എനിക്ക് ആ വാളിനെ നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും മാർക്കിനെ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്തു എന്ന് പറയാം. അവർക്ക് മാർക്കിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മാർക്ക് ഇപ്പോൾ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 3rd ലെവലിലാണോ എന്നൊരു സംശയം രണ്ടുപേർക്കുമുണ്ട്. മാർക്ക് യഥാർത്ഥത്തിൽ ഒരു ട്രൂ സെയിന്റിന്റെ ആ ബോഡി തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ മാർക്കിന് 3rd ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരാളുടെ ശക്തി ഉണ്ടെന്ന് ഒരു ധാരണ ഡീൻ ലീക്കും അതുപോലെ ഫ്ലവർ ഗ്രാനിക്കുമുണ്ട്. അവരുടെ മുഖത്തെ ആ സംശയം വളരെ വ്യക്തമാണ്. ആ നിമിഷത്തിൽ മാസ്റ്റർ വെൻലി അവരോട് പറഞ്ഞു, ഡീൻ ലീ, സംശയിക്കേണ്ട, മാർക്ക് 3rd ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ തന്നെയാണ്. എനിക്ക് അക്കാര്യം ഉറപ്പാണ്. ഡീൻ ലീക്ക് മുന്നേ മാർക്കിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ വെൻലി. തന്റെ ശിഷ്യൻ 3rd ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് എത്തി എന്നുള്ള കാര്യം വല്ലാത്തൊരു അഭിമാന ബോധത്തോടു കൂടിയാണ് മാസ്റ്റർ വെൻലി അവരോട് പറയുന്നത്. വെൻലി പറഞ്ഞത് കേട്ടതും ഫ്ലവർ ഗ്രാനി വെൻലിയോട് പറഞ്ഞു, എനിക്കും ആ സംശയമുണ്ട്. അങ്ങനെ ആ 3 പേര് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാർക്ക് എമിലിയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. ചമ്രം പിടിച്ചിരിക്കുന്ന എമിലിയുടെ കൈകൾ അതിവേഗം ചലിക്കുന്നുണ്ട്.
ശരിക്കും കൈകൊണ്ട് അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ ആക്ഷൻസ് എമിലി കാണിക്കുകയാണ്. ആ കൈയുടെ ആക്ഷൻസ് ഒരു പ്രത്യേക താളത്തിലാണ് വരുന്നത്. എല്ലാവരും കൗതുകത്തോടെ എമിലിയുടെ ആ ആക്ഷൻസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എമിലി ബ്ലാക്ക് തൻ്റെ കൈ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് ഭാഗത്തായി ചുറ്റുമുള്ള വായുവിനെ വകഞ്ഞു വാറ്റും പോലെ ഒരു കാഴ്ച അവർ കണ്ടു. ശരിക്കും ചുറ്റുമുള്ള വായുവിനെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ എമിലി മാറ്റുകയാണ്. എമിലി ബ്ലാക്കിന്റെ കൈകൾ രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ ചലിക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി ആളുകൾ കണ്ടു തുടങ്ങി. എമിലിയുടെ തൊട്ടു മുന്നിൽ ഒരു കറുത്ത പ്രതലം പ്രത്യക്ഷപ്പെടുകയാണ്. എമിലി ബ്ലാക്കിന്റെ കൈകൾ ഇങ്ങനെ അനങ്ങുന്നതനുസരിച്ച് ആ കറുത്ത പ്രതലത്തിന്റെ വീതി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. എമിലി ബ്ലാക്കിന്റെ ഇരുവശങ്ങളിലും പുറകിലുമായിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. എമിലി ബ്ലാക്കിന്റെ മുൻപിലായി ഉണ്ടായ ആ കറുത്ത പ്രതലത്തിന്റെ വലിപ്പം പതുക്കെ കൂടുമ്പോൾ അതിന്റെ നീളവും കൂടിക്കൂടി വരികയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ കറുത്ത പ്രതലം എമിലി ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ കറുത്ത പ്രതലത്തിൽ വേറെ ഒന്നും കാണാനില്ല, പൂർണ്ണ കറുപ്പാണ്. എമിലി ബ്ലാക്ക് ആ കൈകൾ ഒന്നുകൂടി ഒന്ന് വിസ്തൃതമാക്കിയതും ആ കറുത്ത പ്രതലത്തിന്റെ അളവ് അങ്ങനെ കൂടിക്കൂടി വന്നു. ആ അളവ് അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ എമിലി രണ്ട് കൈകളും പതുക്കെ മുന്നോട്ട് തള്ളി. ഏകദേശം 100 മീറ്റർ അകലെയായി കാണുന്ന ആ കറുത്ത ബൗണ്ടറി പെട്ടെന്നാണ് അതിവേഗം മുന്നോട്ടങ്ങ് നീങ്ങിയത്. എമിലി തനിക്ക് ചുറ്റുമുള്ള ആ വായുവിനെ ഏതാണ്ട് പൂർണ്ണമായും വലിച്ചു മാറ്റിയിരിക്കുകയാണ്. കറുപ്പ് മാത്രമുള്ള ഒരു വലിയ പാത പെട്ടെന്നാണ് എമിലിയുടെ തൊട്ടു മുമ്പിൽ ദൃശ്യമാകുന്നത്. ഈ സമയത്തും എമിലി ബ്ലാക്ക് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ആ കണ്ണുകൾ അടച്ചിരിക്കുന്ന എമിലി ബ്ലാക്ക് ആ കൈയുടെ ആക്ഷന് തുടരുന്നതോടൊപ്പം അറ്റം കാണാൻ കഴിയാത്ത ശൈലിയിൽ നല്ല വീതിയുള്ള ഒരു കറുത്ത പ്രതലം എമിലിയുടെ തൊട്ടു മുന്നിലായി അങ്ങ് വിദൂരതയിലേക്ക് അങ്ങ് ഉണ്ടായി. ശരിക്കും അങ്ങ് നീണ്ടു കിടക്കുന്ന ഒരു കറുത്ത റോഡ്, അങ്ങനെ നമുക്ക് ആ പാതയെ വിളിക്കാൻ കഴിയും. ആ റോഡിന്റെ വീതി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ശരിയിൽ വീതിയുള്ള ഒരു റോഡ് അവിടെ പ്രത്യക്ഷപ്പെടുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ വീതിയുള്ള റോഡ് ഉണ്ടായിരിക്കുന്നത് അന്തരീക്ഷത്തിലാണ്. ആ റോഡിലേക്ക് വല്ലാത്ത കൗതുകത്തോടെ മാർക്ക് ഫെല്ലറും ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും മാസ്റ്റർ വെല്ലിയും ജൂ എന്നിവ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും വല്ലാത്തൊരു കൗതുകം. എമിലി ബ്ലാക്കിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ സ്പേസ് കൺട്രോളിംഗ് ടെക്നോളജി അവരെ തെല്ലുന്നതുമല്ല അമ്പരപ്പിക്കുന്നത്. മാർക്ക് ഫെല്ലർ വല്ലാത്ത കൗതുകത്തോടെ ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ എമിലി ബ്ലാക്ക് കണ്ണു തുറന്നു. എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇനി ഈ പാത ഉപയോഗിക്കാം. എമിലി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും മാർക്ക് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് ഈ പാതയിലൂടെ യാത്ര ചെയ്യാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിനൊപ്പമുള്ള എൻറ്റയർ ടീമും ആ പാതയുടെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. അവര് എമിലി സൃഷ്ടിച്ചിരിക്കുന്ന ആ പാതയിലേക്ക് അങ്ങനെ നടന്നു കയറുമ്പോൾ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് ആ കറുത്ത പ്രതലത്തിൽ അങ്ങനെ ശൂന്യതയിൽ നിൽക്കുകയാണ്. തറയിൽ തൊടാതെ ആകാശത്തിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അവിടെ വായുവില്ല. സകല ആളുകളും അവിടെ കയറി നിന്നതും മാർക്ക് ഫെല്ലറും അവിടേക്ക് കയറി. മാർക്കിന്റെ കയ്യിലേക്ക് മാർക്ക് ഇപ്പോൾ ആ സുമേരു റിങ്ങിനെ ചുരുട്ടിയിട്ടുണ്ട്. മാർക്കിന്റെ കയ്യിൽ വള പോലെ ആ സുമേരു റിങ് കിടക്കുകയാണ്. ജൂവിന്റെ ആ മലയിലേക്ക് ഒന്നുകൂടി നോക്കിയതിനു ശേഷം ജൂ ആ റോഡിലേക്ക് കയറി. മാർക്ക് ഫെല്ലർ എമിലിയുടെ തൊട്ടടുത്തുണ്ട്. മാർക്ക് എമിലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എമിലി അവളുടെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചതും ആ എൻറ്റയർ റോഡും പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ റോഡിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് ആ റോഡ് അതിവേഗം മൂവ് ചെയ്ത് തുടങ്ങി. ആ റോഡിൽ നിൽക്കുന്ന അവർക്കാർക്കും പക്ഷേ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നില്ല. പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ആ കാഴ്ച കണ്ടാൽ അമ്പരന്ന് പോവുകയും ചെയ്യും. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ആളുകളുമായി ആ റോഡ് അങ്ങ് മൂവ് ചെയ്യാണ്. ശരിക്കും സ്പേസിനെ തൻ്റെ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് എമിലി ബ്ലാക്കിന്റെ ആ ടെക്നോളജി വളർന്നിരിക്കുകയാണ്. എമിലി ബ്ലാക്കിന്റെ പൂർണ്ണ ശ്രദ്ധയും ആ റോഡിലാണ്. എമിലിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സുമേരു എനർജിയുമായി മാർക്ക് ഫെല്ലർ കൂടെയുണ്ട്. മാർക്കിന് ഈ ടെക്നോളജി അറിയാം. എമിലി ബ്ലാക്കുമായി ആ ഹോളി റീജിൽ നിന്ന് തണ്ടർ കോർട്ട്യാർഡിലേക്ക് മാർക്ക് പറന്നിറങ്ങിയത് സ്പേസിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ദിവസം മാർക്ക് ശരിക്കും ഒരു പാത തന്നെ കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ച് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പർഗേറ്ററിയുടെ കോർഡിനേറ്റേഴ്സ് ആണ് യഥാർത്ഥത്തിൽ എമിലി ബ്ലാക്ക് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ കോർഡിനേറ്റേഴ്സ് സൂചിപ്പിക്കുന്ന സ്ഥലം ലക്ഷ്യമിട്ടുകൊണ്ട് ആ റോഡ് അതിവേഗത്തിൽ മുന്നോട്ട് പായുകയാണ്. മാർക്ക് എമിലിക്കൊപ്പം ആ റോഡ് കൺട്രോൾ ചെയ്യാനായി കൂടെയുണ്ട്. സാധാരണഗതിയിൽ ഈ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് പർഗേറ്ററിലേക്ക് പോവാൻ ഒരുപാട് എസൻസ് വേണം,
സ്പിരിറ്റ് എസൻസ്. കഴിഞ്ഞ തവണ മാർക്ക് ഫെല്ലർ പർഗേറ്ററിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഒത്തിരി എസൻസിന്റെ സഹായത്താലാണ്. ഇവിടെ ഇപ്പോൾ എസൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ എസൻസ് എമിലി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ എസൻസിനേക്കാൾ എമിലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ആ ടെക്നോളജിയാണ്. ഇഷ്ടംപോലെ സ്പിരിച്വൽ എസൻസ് മാർക്ക് ഫെല്ലറുടെ സുമേരു റിങ്ങിനകത്തുണ്ട്. ആ സുമേരു റിങ്ങിനകത്ത് നിന്ന് മാർക്ക് പകർന്നു കൊടുക്കുന്ന സുമേരു എനർജി എമിലിക്ക് കരുത്തായിട്ട് കൂടെയുണ്ട്. ആ എനർജിയുടെ സഹായത്താലാണ് യഥാർത്ഥത്തിൽ ആ യാത്ര നടക്കുന്നത്. ഏകദേശം അര ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ആ എൻ്റെ ടീമും പർഗേറ്ററിയിൽ ഒരു കോണ്ടിനെന്റിലെത്തി. അനവധി കോണ്ടിനെന്റുകളുടെ ഒരു വല്ലാത്ത സമുച്ചയമാണ് ഈ പർഗേറ്ററി എന്ന് പറയുന്ന സ്ഥലം. മാർക്ക് ഫെല്ലർ സാധാരണഗതിയിൽ അവിടേക്ക് ഒരു വാർഷിപ്പിൽ യാത്ര ചെയ്ത് എത്തണമെങ്കിൽ 100 കണക്കിന് വർഷമെടുക്കും. ആ സ്ഥലമാണ് വെറും അര ദിവസം കൊണ്ട് എമിലി ബ്ലാക്കിന്റെ ആ സ്പേസ് ടെക്നോളജിയിലൂടെ ആ എൻ്റെ ടീമും കടന്നത്. അവര് എത്തിയ ആ സ്ഥലത്ത് അവരെത്തുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികത അവർക്ക് ഫീൽ ചെയ്തു. വരുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെട്ടത് രക്തത്തിന്റെ ഗന്ധമാണ്. ശരിക്കും അവിടെ ഒരു നരനായാട്ട് നടക്കുകയാണെന്ന് വ്യക്തമാണ്. മൂക്കിലേക്ക് രക്തം അടിച്ചു കയറുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒരു കാഴ്ച കൂടി കണ്ടു. ചാങ് മാങ് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച. മുന്നോട്ട് കുതിച്ച ചാങ് മാങ്ങിന്റെ തൊട്ടുപുറകെ ജൂ ഉണ്ട്. മാർക്ക് ഫെല്ലറും അവരുടെ പുറകെ കുതിക്കുമ്പോൾ മാർക്കിനൊപ്പമുള്ള എൻ്റെ ടീമും കൂടെ കൂടിയിട്ടുണ്ട്. അവർ മുന്നോട്ട് ഓടിയെത്തുമ്പോൾ താഴെ ഒരു സമതലത്തിൽ ശരിക്കൊരു യുദ്ധം നടക്കുകയാണ്. അവിടെ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യരെ യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ വേട്ടയാടുന്ന ആളുകളെ മാർക്ക് ഫെല്ലറും ടീമും കണ്ടു. വികൃത രൂപങ്ങളുള്ള, കൊമ്പുകളുള്ള, ചിറകളുള്ള വേറൊരു ശൈലിയിലുള്ള ജീവികളെയാണ് മാർക്ക് ഫെല്ലറും ടീമും കണ്ടത്. അത് കണ്ടതും ഡെയിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവരാണ് മോൺസ്റ്റേഴ്സ്. മോൺസ്റ്റർ റൈസ് പർഗേറ്ററിയിൽ ആക്രമണം നടത്തുന്നുള്ള കാര്യം ജീന മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് ഇങ്ങനൊരു കാഴ്ച ഒരിക്കലും മനസ്സിൽ കരുതിയിരുന്നില്ല. കൾട്ടിവേറ്റേഴ്സിനെ ആളുകൾ യുദ്ധത്തിൽ കൊലപ്പെടുത്തുമ്പോൾ അത് കൾട്ടിവേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധം മാത്രമാണ്. പക്ഷെ ഇവിടെ ആ മോൺസ്റ്റേഴ്സ് കൊന്നൊടുക്കുന്നത് സാധാരണ ആളുകളെയാണ്. ആ വൻകരയിലെ സാധാരണ ആളുകളെ ചുമ്മാ അങ്ങ് കൊലപ്പെടുത്തുകയാണ്. കൊലപ്പെടുത്തുന്ന ആളുകളുടെ രക്തവും മാംസവും ഉൾപ്പെടെ എല്ലാം ആ മോൺസ്റ്റേഴ്സ് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ശക്തി വർദ്ധിക്കുന്നുമുണ്ട്. ആ കാഴ്ച കണ്ട ചാങ് മാങ്ങിനും മാർക്കിനും ഉൾപ്പെടെ സകല ആളുകൾക്കും ആ കാര്യം ആ സമയത്തിന് ബോധ്യമാവുകയാണ്. ആ മോൺസ്റ്റർ റേസിന്റെ ശക്തി വർദ്ധിക്കണമെങ്കിൽ അവർ മനുഷ്യരെ കൊന്ന് രക്തവും മാംസവും വലിച്ചെടുക്കണം. അതാണ് അവരുടെ ഉത്തേജിക ഔഷധം. ആ യാഥാർത്ഥ്യം മനസ്സിലായതും ചാങ് മാങ് രണ്ടാമതൊന്നും ആലോചിക്കാതെ മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. ചാങ് മാങ് ആ യുദ്ധം നടക്കുന്ന ആ സമതലത്തിലേക്ക് പാഞ്ഞു കയറുമ്പോൾ തൊട്ടുപുറകെ ജൂവും എത്തിയിട്ടുണ്ട്. തുടർന്ന് നമ്മളവിടെ കാണുന്നത് സമാനതകളില്ലാത്ത ഒരു ഫൈറ്റാണ്. ചാങ് മാങ്ങിന്റെ കൈ പതിക്കുന്നിടത്തൊക്കെ മോൺസ്റ്റർ റേസിന്റെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ആളുകൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയത്തില്ല. പല തരത്തിലുള്ള ജീവികളാണ്. മനുഷ്യരുടെ രൂപമുള്ള ജീവികൾ ഉണ്ടെന്ന് മാത്രം. പല ശൈലിയിലുള്ള ആ മോൺസ്റ്റേഴ്സിനെ ചാങ് മാങ്ങും ജൂവും കൂടി നേരിടുമ്പോൾ അവിടേക്ക് ഡീൻലിയും മാർക്കും എമിലിയും എന്ന് വേണ്ട സകലരും കൂടി അറ്റാക്ക് തുടങ്ങി. ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10,000 മോൺസ്റ്റേഴ്സിനെ ആ ടീം അവസാനിപ്പിച്ചു. ആ മോൺസ്റ്റേഴ്സിന്റെ മുകളിലേക്കുള്ള മാർക്ക് ഫെല്ലറുടെയും ടീമിന്റെ അറ്റാക്ക് തുടങ്ങിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഒരു ആശ്വാസമായത്. അവരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. മാർക്ക് ഫെല്ലറും ടീമും അവരെ സംരക്ഷിച്ചുകൊണ്ട് അറ്റാക്ക് തുടങ്ങിയതും അവര് മാർക്കും ടീമുമുള്ള ഭാഗത്തേക്ക് ഓടി മാറുകയായിരുന്നു. 1000 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മാർക്കിന്റെ ആ ഭാഗത്തേക്ക് മാറുമ്പോൾ മാർക്കും ടീമും കൂടി ആ എൻറ്റിയർ വൻകരയിലെയും മോൺസ്റ്റേഴ്സിനെ മുഴുവൻ അവസാനിപ്പിച്ചു. അതിശക്തരായ മോൺസ്റ്റേഴ്സ് ഒന്നും ആയിരുന്നില്ല അവിടുത്തെ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ മോൺസ്റ്റേഴ്സിനെ കൊന്നൊടുക്കാൻ ചാങ് മാങ്ങിനും ടീമിനും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എന്നാണ് സത്യം. എന്നാലും ചാങ് മാങ്ങും ജൂവും മാർക്ക് ഫെല്ലറും എമിലി ഉൾപ്പെടെ എല്ലാവരും രക്തത്തിൽ കുളിച്ചിട്ടുണ്ട്. ചാങ് റേയും മിലിയും ക്യൂനയും അങ്കിൾ ഗുവാനും ഡീൻലിയും ഫ്ലോർ ഗ്രാനിയും എല്ലാവരും ആ അറ്റാക്കിൽ പൂർണ്ണമായും ഇൻവോൾവ് ആയിരുന്നു. ഒരു വൻ ടീം അറ്റാക്കിൽ ആ മോൺസ്റ്റർ റേസിനെ മുഴുവൻ അവസാനിപ്പിച്ചതും ഡീൻലി എല്ലാവരോടായി പറഞ്ഞു, ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഇവരെക്കാൾ ശക്തരായ ആളുകൾ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നാണ്. ഡീൻലി അത് പറയുമ്പോൾ ഫ്ലവർ ഗ്രാനി ആകാശത്തേക്ക് ഉയർന്നിട്ട് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. അല്പസമയം കഴിഞ്ഞതും അവര് ലാൻഡ് ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞു,
ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഈ വൻകരയിൽ താമസിക്കുന്നുണ്ട്. ഇവരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഫ്ലവർ ഗ്രാനി ചോദിച്ച ചോദ്യത്തിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മാർക്കിന്റെ ആ സുമേരു റിങ്ങിലൂടെ കൊണ്ടുപോകാനും രക്ഷപ്പെടുത്താനും കഴിയുന്ന ആളുകളുടെ എണ്ണം പരിമിതമാണ്. ആ കോണ്ടിനെന്റിലുള്ള ആളുകളെ അവിടെ നിന്ന് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ സംരക്ഷിക്കാൻ എളുപ്പമുണ്ട്. അവിടെ അതിശക്തരായ യോദ്ധാക്കളുണ്ട്. പറഗേട്രിയിലുള്ള ആ യോദ്ധാക്കളൊക്കെ ഇപ്പോൾ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അവര് അവിടെ ഉള്ള സ്ഥിതിക്ക് മോൺസ്റ്റർ റൈസിനെ നേരിടാൻ പറ്റും. പക്ഷേ ഈ 3 ലക്ഷം ആളുകളെയൊക്കെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പക്ഷേ നടക്കുന്ന കാര്യമല്ല. ആ കാര്യമാണ് ഫ്ലവർ ഗ്രാനി പറഞ്ഞതിന്റെ ചുരുക്കം. ഫ്ലവർ ഗ്രാനി അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് വാങ് ഫെങ്ങിനെ നോക്കി. വാങ് ഫെങ്ങിനോടായി മാർക്ക് പറഞ്ഞു, വാങ്, നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക്, നമുക്ക് ഫോർമേഷൻ ഉണ്ടാക്കാം. വാങ്ങിന് രണ്ടാമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഫോർമേഷൻ ഉണ്ടാക്കാൻ ജീവിതം ഹോമിച്ചിരിക്കുന്ന വ്യക്തിയാണ് വാങ് ഫെങ്. വാങ് ഫെങ്ങിന്റെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ആ ഡയലോഗ് കേട്ടതും ഡീൻലിയും മാർക്കും വാങ്ങിനോട് പറഞ്ഞു, ഓക്കെ വാങ്, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഒരു ഫോർമേഷൻ മാസ്റ്റർ കൂടെ ഉള്ളത് എന്തായാലും ഗുണമാണ്. മോൺസ്റ്റർ റേസിലെ അതിശക്തരല്ലാത്ത ആളുകളാണ് ആ കോണ്ടിനെന്റ് ആക്രമിക്കാൻ വരുന്നതെങ്കിൽ അവർക്ക് വാങ് ഫെങ്ങിന്റെ ആ ഫോർമേഷൻ മറികടക്കാൻ പറ്റില്ല. പക്ഷേ ശക്തരായ മോൺസ്റ്റേഴ്സ് വന്നാൽ ആ ബൗണ്ടറി മറികടക്കുകയും ചെയ്യും. ആ കാര്യം മാർക്കിനും ഡീൻലിക്കും ഫ്ലവർ ഗ്രാനിക്കും ഒക്കെ അറിയാം. എന്തായാലും വാങ് ഫെങ് ആ ഫോർമേഷൻ രൂപീകരിക്കാൻ തുടങ്ങിയതോടുകൂടി സകല ആളുകളും വാങ് ഫെങ്ങിനെ സഹായിച്ചു തുടങ്ങി. ആ വൻകരയിൽ ഒരുപാട് സാധാരണ ആളുകളുണ്ട്. അവരെല്ലാവരും മാർക്കിന്റെ ആ ടീമിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. മോൺസ്റ്റർ റേസുകാർ അവരെ കൊന്നൊടുക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി അലറി വിളിക്കാനല്ലാതെ വേറെ ഒന്നിനും അവർക്ക് പറ്റുമായിരുന്നില്ല. വാങ് ഫെങ്ങിന്റെ ആ നിയന്ത്രണത്തിൽ അതിവേഗം ഫോർമേഷൻസ് രൂപീകരിക്കുകയാണ്. വാങ് ഫെങ്ങിന് നല്ല വേഗതയാണ്. വാങ് ഫെങ് ആ പ്രക്രിയയിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഒരു ബ്രേക്ക് ത്രൂ ഫീൽ ചെയ്യുന്നു. എമിലി അത് പറയുമ്പോൾ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഒക്കെ മാർക്കിന്റെ അടുത്തുണ്ട്. ഫ്ലവർ ഗ്രാനി എമിലിയോട് പറഞ്ഞു, എമിലി, എന്നാ പിന്നെ സമയം കളയണ്ട. കേൾക്കേണ്ട താമസം എമിലി ബ്ലാക്ക് അവിടെ നിന്ന് നേരെ ആകാശത്തേക്ക് കുതിച്ചു. ശരിക്കും സ്പേസ് ടെക്നോളജിയിൽ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് എമിലി ബ്ലാക്ക് എന്ന് പ്രൂവ് ചെയ്യുന്ന ചില കാഴ്ചകളാണ് തുടർന്ന് ആകാശത്ത് ദൃശ്യമായത്. എമിലി ബ്ലാക്ക് അവിടെ ആകാശത്ത് അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്, തറയിൽ ഇരിക്കുന്നത് പോലെ. സ്പേസിനെ അവർക്ക് വളരെ അനായാസമായി നിയന്ത്രിക്കാൻ പറ്റും. അവിടെ ചമ്രം പിടിച്ചിരിക്കുന്ന എമിലി ബ്ലാക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി പതുക്കെ ഒരു പ്രകാശം ഉണ്ടായി വരികയാണ്, ഒരു നീല പ്രകാശം. എമിലിക്ക് ചുറ്റും ഉണ്ടായ ആ നീലപ്രകാശം പതുക്കെ ശക്തി ആർജിച്ച് വരികയാണ്. കുറെ നേരം കഴിഞ്ഞ അതിശക്തമായ മിന്നലുകളുടെ ഒരു ശൃംഖല തന്നെ എമിലിക്ക് മുകളിൽ വന്ന് വീണു തുടങ്ങി. അത് കണ്ടതും ഫ്ലവർ ഗ്രാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എമിലി 4th സ്റ്റേജിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ലെവലിൽ നിന്ന് 4th ലെവലിലേക്കാണ് എമിലി ബ്ലാക്ക് ജമ്പ് ചെയ്യുന്നത്. അത് കണ്ടതും ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോ എമിലിയുടെ പുറകിലാകും. അങ്ങനെ ഡീൻലി പറഞ്ഞ ആ നിമിഷത്തിൽ ആകാശത്ത് ചമ്രമണിഞ്ഞിരിക്കുന്ന എമിലി ബ്ലാക്ക് മാർക്കിനെ നോക്കി ഒന്ന് കൈ കാണിച്ചു. മാർക്ക് എമിലി കൈ കാണിക്കുന്നുണ്ടെന്നും എമിലി നോക്കുമ്പോൾ എമിലി പറഞ്ഞു, മാർക്ക് ബാ. എമിലി വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ മാർക്കിനൊരു മടി. പക്ഷെ എമിലി വീണ്ടും വിളിച്ചതും മാർക്ക് ഫെല്ലർ മുകളിലേക്ക് പൊങ്ങി മാർക്ക് എമിലിയുടെ അടുത്തെത്തിയതും എമിലി എണീറ്റ് മാർക്കിന്റെ കയ്യിലേക്ക് പിടിച്ചു. മാർക്കിന്റെ കയ്യിൽ എമിലി പിടിച്ചതും മാർക്കിനും എമിലിക്ക് ചുറ്റുമായി അതിശക്തമായ നീലപ്രകാശം മാർക്കിനും എമിലിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കാഴ്ച താഴെ നിൽക്കുന്ന എൻറ്റയർ ടീമിനും കാണാം. താഴെ ഏകദേശം 3 ലക്ഷത്തോളം ആളുകളുള്ള ഒരു കോണ്ടിനെന്റിന്റെ മുകളിലാണ് ഈ കാഴ്ചകളൊക്കെ സംഭവിക്കുന്നത്. തുടർന്നുള്ള സമയത്ത് അൺബിലീവബിൾ ആയിട്ടുള്ള മാറ്റം അവിടെ ഉണ്ടാവുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു കയോട്ടിക് ബോഡിക്കാരനാണ്. എമിലി ബ്ലാക്ക് സാക്ഷാൽ ടിയാൻ ബ്ലാക്കിന്റെ അനന്തര അവകാശി. ടിയാൻ ബ്ലാക്കിന്റെ രക്തം ഇപ്പോ സ്വന്തം ശരീരത്തിൽ വഹിക്കുന്ന വ്യക്തിയാണ് എമിലി ബ്ലാക്ക്. ആ എമിലി ബ്ലാക്കും കയോട്ടിക് ബോഡിക്കാരനായ മാർക്ക് ഫെല്ലറും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൾട്ടിവേഷൻ ആരംഭിച്ചതോടുകൂടി സകല പ്രപഞ്ചവും അവരിലേക്ക് ചുരുങ്ങി എന്ന് പറയാം. നിമിഷങ്ങളും മണിക്കൂറുകളും അതിവേഗം കടന്നു പോവുകയാണ്. ഈ മണിക്കൂറുകൾക്കിടയിൽ ഒരുപാട് കാഴ്ചകൾ താഴെയുള്ള ആളുകൾ കണ്ടു. ചുറ്റുമുള്ള പ്രകാശം മുഴുവൻ മാർക്കിലും എമിലിലും വന്ന് അവസാനിക്കുന്ന കാഴ്ചയാണ് പലരും കാണുന്നത്. എല്ലാ മേഖലയിൽ നിന്നും പ്രകാശം അതിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. മാർക്ക് ഫെല്ലറുടെ ശക്തിയും എമിലി ബ്ലാക്കിന്റെ ശക്തിയും ഒരുപോലെ വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം താഴെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ഫെല്ലർ എമിലിയോട് പറഞ്ഞു, എമിലി, താങ്ക് യു. മാർക്ക്,
നമ്മൾ ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ശക്തി വർദ്ധിക്കുമെന്ന് അന്നേ മാർക്കിൻ്റെ പിതാവ് പറഞ്ഞതാണ്. ഇപ്പോഴാണ് ശരിക്കും നമുക്ക് അതിനൊരു അവസരം കിട്ടിയത്. മാർക്കാണ് എമിലിയെ കൾട്ടിവേഷൻ വേൾഡിലേക്ക് കൊണ്ടുവരുന്നത്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് പൈറോയിൽ മാർക്ക് എമിലിയെ ആദ്യമായി ബ്രീതിങ് എക്സസൈസ് പഠിപ്പിച്ചത് ഇപ്പോഴും മാർക്കിന് ഓർമ്മയുണ്ട്. അവിടുത്തെ കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ എമിലി ബ്ലാക്കും മാർക്കും ഇതാ ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്യാണ്. അവർ രണ്ടും ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്തതും സകല പ്രവചനങ്ങളും ശരിയാവുകയാണ്. രണ്ടുപേരുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചു തുടങ്ങി. എമിലി ബ്ലാക്കിന്റെ ശക്തി പെട്ടെന്നാണ് ആ സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ നിന്ന് തേർഡ് ലെവലിലേക്ക് കടന്ന് ഫോർത്ത് ലെവലിലേക്ക് എത്തിയത്. മാർക്കിന്റെ ശക്തിയും അതുപോലെ ഫോർത്ത് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് ലെവലിലേക്ക് ശരിയായ രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് പോലുമില്ല. മാർക്കിനെ ആ ഇമോർട്ടൽ ചക്രവർത്തി ലീ തൻ്റെ സകല അറിവും കപ്പാസിറ്റിയും ഹാൻഡ് ഓവർ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ട്രിബുലേഷൻ ലെവലിലേക്ക് പിടിച്ച് കയറ്റി എന്ന് പറയാം. അന്ന് അവിടെ ഉണ്ടായ ഇടിമിന്നലൊക്കെ ഇമോർട്ടൽ ചക്രവർത്തിയുടെ അതിശക്തമായ എതിർപ്പിൽ തകിടമറിഞ്ഞു പോയതാണ്. ഡീൻലിക്ക് ആ സംഭവ വികാസങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഡീൻലിയുടെ ആ മിസ്റ്റിക് വേൾഡിനകത്താണ് അന്ന് അതൊക്കെ നടന്നത്. ഈ കാഴ്ച കാണുന്ന ഡീൻലിയുടെ മുഖത്ത് ആ പുഞ്ചിരി അങ്ങനെ തന്നെയുണ്ട്. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും താഴെ എത്തി. ശരിക്കും ഒരു വല്ലാത്ത പവർ മാർക്കിനെ ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിനോടായി ഡീൻലി ചോദിച്ചു, മാർക്ക്, ഇപ്പോ നിനക്ക് നിന്റെ പവർ ഏത് ലെവലിലാണെന്ന് പറയാവോ? ഡീൻലി, എനിക്കൊരു ഫോർത്ത് ലെവൽ ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക്, നീ ഫോർത്ത് ലെവലിനും ഒരുപാട് മുകളിലാണ്. അങ്ങനെ ഡീൻലി അത് പറഞ്ഞതും ഫ്ലോർഗാനി മാർക്കിനോടും എമിലിയോടായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങളുടെ അഭിമാനമാണ്. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീന അവിടേക്ക് വന്നു. ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ആ യൂണിക്കോൺ കോണ്ടിനെന്റിലേക്ക് പോകണം. അവിടെയാണ് എൻ്റെ കുടുംബക്കാർ ഉള്ളത്. മാർക്ക് നേരത്തെ ഒരു തവണ യൂണിക്കോൺ കോണ്ടിനെന്റിലേക്ക് പോയിട്ടുണ്ട്. അന്ന് അവിടെ വെച്ചാണ് സൂലിൻ മാർക്കിന് ആ ഗ്ലൗ ഒക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ കോണ്ടിനെന്റ് മാർക്കിനെ അറിയാം. ആ വൻകരയിലാണ് ജീനയുടെ ബന്ധുക്കൾ താമസിക്കുന്ന കാര്യം ജീന പറഞ്ഞതും ആ എൻ്റെ ടീമും അവിടുത്തെ ആ ഫോർമേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം യൂണിക്കോൺ കോണ്ടിനെന്റിലേക്ക് തിരിച്ചു. യൂണിക്കോൺ കോണ്ടിനെന്റിലേക്കുള്ള അവരുടെ യാത്ര അങ്ങനെ നടക്കുമ്പോൾ പല സ്ഥലത്തും മോൺസ്റ്റർ റേസും ഹ്യൂമൻ റേസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അവരുടെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള സമയമല്ല എന്നറിയാവുന്നതുകൊണ്ട് അവര് നേരെ പോയത് ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിലേക്കാണ്. ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിൽ എത്തിയ ആ ടീം ജീനയുടെ പുറകെ യാത്ര ചെയ്തെത്തിയത് ഒരു മലയിടുക്കിലാണ്. ആ മലയിടുക്കിലേക്ക് ജീന അവരെയും കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ആൾതാമസമുള്ള ഒരു ലക്ഷണവുമില്ല. ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ അതിശക്തമായ ഒരു ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷൻ കൊണ്ട് മോൺസ്റ്റർ റേസുകാരുടെ ശ്രദ്ധയിൽ നിന്ന് ഈ സ്ഥലം മറച്ചു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ജീന ആ ഫോർമേഷൻ തുറന്നതും അതിവിശാലമായ ഒരു മിസ്റ്റിക് വേൾഡ് അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ജീനയുടെ കുടുംബക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ. മാർക്ക് ഫെല്ലറും മാർക്കിനൊപ്പമുള്ള ആളുകളും അവിടേക്ക് കയറി. ഒരുപാട് കൾട്ടിവേഷൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്കാണ് ജീന മാർക്കിനെ കൊണ്ടുവന്നത്. അവിടെയും വാങ് ഫെങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഫോർമേഷനൊക്കെ അതിവേഗം മാർക്ക് സൃഷ്ടിച്ചു. ആ ഫോർമേഷൻ സൃഷ്ടിച്ചില്ലെങ്കിൽ മോൺസ്റ്റർ റേസുകാർ അവിടെ അറ്റാക്ക് ചെയ്താൽ പ്രശ്നമാകുമെന്ന് മാർക്കിന് അറിയാം. അവിടെയുള്ള ആളുകളെയും അവിടെ നിന്ന് ഈ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകളുണ്ട്. ജീനയുടെ കുടുംബക്കാർ മാത്രം ആയിരക്കണക്കിനുണ്ട്. അവർക്ക് പുറമെ സാധാരണ ആളുകളുമുണ്ട്. മാർക്കും ഡീൻലിയും ഫ്ലോർഗാനിയും ഒക്കെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്ത് പല സ്ഥലത്തും പല കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മോൺസ്റ്റർ റേസുകാർ മാർക്കിൻ്റെ കൂട്ടരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മോൺസ്റ്റർ റേസുകാരിൽ ഒരുപാട് ആളുകൾ നേരത്തെ മാർക്കിൻ്റെ കൂട്ടരുടെയും കൈയാൽ കൊല്ലപ്പെട്ടത് അവർ അറിഞ്ഞിരിക്കുകയാണ്. മോൺസ്റ്റർ റേസുകാരെ കൊന്ന ആളുകളെ തേടി അവരുടെ അതിശക്തരായ യോദ്ധാക്കളുടെ ഒരു കൂട്ടം തന്നെ മാർക്കിനെ കൂട്ടരെയും അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവർ ആ ഫയർ യൂണിക്കോൺ കോണ്ടിനെന്റിന് സമീപമെത്തിയത്. ആ വൻകരയിൽ മാർക്കിൻ്റെ കൂട്ടരുടെ സാന്നിധ്യം ആ മോൺസ്റ്റർ റേസുകാർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ വരുന്ന ആപത്തിനെ കുറിച്ച് തിരിച്ചറിയാതെ ഡീൻലിയും മാർക്കും ഫ്ലോർഗാനിയും എമിലി ബ്ലാക്കും ഒക്കെ അവിടെ വാങ് ഫെങ്ങിന്റെ നേതൃത്വത്തിൽ ആ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തൊട്ടടുത്ത് 2 ചിറകുകളും 4 ചിറകുകളുമുള്ള അതിശക്തരായ മോൺസ്റ്റേഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ മാർക്ക് ഫെല്ലറും ടീമും എതിരിട്ടില്ലാത്ത വിധത്തിൽ ശക്തരായ
ഒരുപാട് ആളുകളുടെ ഒരു വൻ ടീം. ആ വൻ ടീമിന്റെ സാന്നിധ്യം ഡീൻലിയാണ് ആദ്യം തിരിച്ചറിയുന്നത്. തനിക്ക് പരിചയമില്ലാത്ത ഇന്ത്യയിൽ എറിഞ്ഞയുടെ സാന്നിധ്യം ഡീൻലി തിരിച്ചറിഞ്ഞതും ഡീൻലി ഫ്ലവർ ഗ്രാനിനെ നോക്കി. ഫ്ലവർ ഗ്രാനി ആ നിമിഷത്തിനെ ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, അപരിചിതർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫ്ലവർ ഗ്രാനി പറഞ്ഞതും ഡീൻലി ആകാശത്തേക്കൊന്ന് പറന്നുയർന്ന് ചുറ്റും നോക്കുമ്പോൾ ആ എൻ്റെ കോണ്ടിനെ വളഞ്ഞ് ഒരു വൻ ടീം അവർ താമസിക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് ഡീൻലി കണ്ടത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെൽയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എ ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.